السلام عليكم ورحمة الله. أعوذ بالله بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وأشهد أن لا إله إلا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ ആദരണീയരായ ഏറെ പ്രിയം നിറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിന്റെയും അത് ഖുർആൻ ഹിഫ്ളാക്കുന്ന അതിനെ എല്ലാ അർത്ഥത്തിലും പഠന വിധേയമാക്കുന്ന ടിക്യുവിന്റെ പ്രവർത്തകരെയും അതിലുപരി ഈ ഒരു ഗാർഡൻ വാലി ഇസ്ലാമിക പ്രവർത്തനത്തിലേറെ സജീവമായി നിൽക്കുന്ന അതിന്റെ പ്രവർത്തകർ എന്ന നിലക്കും അതിലുപരി ഒരു ടിക്യുവിലൂടെ കുടുംബമായി മാറിയിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ രാവിലെ എതിരേറ്റിരിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ടിക്യുവിലെ ഒരു വിദ്യാർത്ഥിയായിട്ടല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ ചേരും. എന്റെ ഭാര്യ ഒരു 6 മാസമായി തോന്നുന്നു. ചെറിയ ആളാ, ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ചെറിയ ആളാ. 18-19 വയസ്സ് കഴിഞ്ഞ് ഒരു 9 മാസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ അവള് ടിക്യുവിൽ എത്തിച്ചേർന്നു. പിന്നെ അവളിലൂടെയാണ് നിങ്ങളെ ടിക്യുവിൽ ഈ ഒരു ക്ലാസ്സിലൊക്കെ ഞാൻ എത്തിയിട്ടുള്ളത്. ഉസ്താദുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ. എന്റെ സ്വദേശം എന്ന് പറയുന്നത് പുളിക്കലാണ്, കൊണ്ടോട്ടിക്കടുത്ത് പുളിക്കലാണ്. ഞാന് തൃച്ചിയിലെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ അറബിക്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ യാത്രകൾ അധികം ട്രെയിനിലായിരിക്കും. ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരലും പോകലൊക്കെ. അപ്പൊ ഉസ്താദിനെ ചിലപ്പോൾ ഒന്ന് പാഠം കൊടുക്കാനൊക്കെ കുറച്ച് നേരം എടുക്കും. അപ്പൊ ഉസ്താദിനെ വിളിച്ചു നല്ല പരിചയമായിട്ടുള്ള ഉസ്താദിനൊക്കെ അവളിങ്ങനെ അവസ്ഥ അങ്ങനെയാണ്. യാത്രയൊക്കെ ആയിരിക്കും 10 മണിക്കൂറിലേറെ വരുന്ന യാത്ര ഒക്കെ ചില പ്രയാസങ്ങൾ വരുത്തി വെക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും ഞാൻ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കയറാൻ വേണ്ടി പരിചയപ്പെടുത്തിയെന്ന് മാത്രം, നിങ്ങളൊന്ന് അടുക്കാൻ വേണ്ടി. ഞാൻ അവിടെ നിന്ന് സംസാരിക്കേണ്ട ആളാണ്, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് അടുക്കാൻ വേണ്ടി. നമ്മൾ വളരെ പ്രധാനപ്പെട്ട സമയമാണെന്ന് എനിക്കറിയാം. എത്രയോ ദൂരങ്ങളിൽ നിന്ന് എത്തിയവരാണെന്നറിയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിതാക്കളാണെന്നറിയാം. എന്റെ ഉപ്പായുടെ പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. പലരും ആ ഒരു അർത്ഥത്തിൽ തന്നെ. അപ്പോൾ നമുക്കറിയാം, നമ്മള് ഉസ്താദ് പലതും പറഞ്ഞ കൂട്ടത്തില് ഈ ഹദീസ് കൂടി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. ഖുർആൻ പഠിതാക്കൾക്ക് കിട്ടുന്ന 4 നേട്ടങ്ങൾ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. ഖുർആൻ പഠിതാക്കൾക്ക് ലഭിക്കുന്ന 4 നേട്ടങ്ങൾ. അത് ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പറയും അല്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, ഞാൻ തന്നെ പറയാം. قال رسول الله صلى الله عليه وسلم وما اجتمع قوم من بيت من بيوت الله. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് വയത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും. അവർ ഒരുമിച്ച് കൂടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. യത്ലൂന കിതാബല്ലാഹ്, അവിടെ വെച്ച് അവർ ഖുർആൻ പാരായണം ചെയ്യുക. പരസ്പരം ഇരുന്ന് ഖുർആനെ ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പൊ അള്ളാന്റെ ഭവനത്തിൽ പ്രത്യേകമായി ഉദ്ദേശിച്ചത് പള്ളിയാണ്. പക്ഷെ പലപ്പോഴും അള്ളാന്റെ കലാം ഉച്ചരിക്കുന്ന പഠിക്കുന്ന പല ഭവനങ്ങളിൽ നമ്മൾ ചേരാറുണ്ട്. ഇതുപോലെ അങ്ങനെ ഇതുപോലെയുള്ള ഭവനങ്ങളിൽ അള്ളാന്റെ കലാം ഉച്ചരിക്കുന്ന ഭവനങ്ങളിൽ ഇതുപോലെ ഒരുമിച്ച് ചേർന്ന് ഖുർആൻ പാരായണം ചെയ്യുകയും അത് ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ അവർക്ക് 4 നേട്ടം ലഭിക്കപ്പെടും. അല്ലേ, അറിയോ? ആരെങ്കിലും പറയാറിയോ? 4 നേട്ടം. ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അത് ചർച്ച ചെയ്ത് ഇരിക്കുന്നല്ലേ. റമളാനൊക്കെ നമ്മൾ കുറേ ക്ലാസ്സിന് പോവാനിരിക്കുന്നത്. എത്രയോ റമളാൻ നമ്മൾ പോയതാ. إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇല്ലാ നസലത്ത്. നസലത്ത് എന്ന് പറഞ്ഞാൽ വർഷിക്കുക, ഇറങ്ങുക. അപ്പൊ ഇല്ലാ നസലത്തോ? ഇല്ലാ നസലത്ത് എന്ന റസൂൽ തുടങ്ങുന്ന അവർക്ക് വർഷിക്കപ്പെടാതിരിക്കൂല.
അവർക്ക് എന്തായാലും ലഭിക്കപ്പെടും. അലൈഹിം അസ്സകീന. അല്ലേ, ഇവിടെ സക്കീന ഉള്ള പേരുള്ള ആളില്ലേ? ഒന്ന് കൈവന്തിക്കോ. സക്കീന താത്തണ്ടോ? കൈവന്തിക്കാൻ പേടിയുണ്ടല്ലേ? ചോദ്യം ചോദിക്കാനല്ല. എന്താ സക്കീന എന്ന് പറഞ്ഞാൽ എന്താ? ശാന്ത. ശാന്ത ചേച്ചിക്കാണ് നമ്മളെ മുസ്ലിങ്ങൾ സക്കീന എന്ന് പറയുന്നത്. സലാം എന്ന് പറയുന്നത് സമാധാനമാണ്. പക്ഷേ സക്കീനത്ത് എന്ന് പറയുന്നതിൽ അതിലപ്പുറമാണ്. മനസ്സിന്റെ നിർവൃതിയും അതിലപ്പുറമുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് സക്കീന. ശാന്തത, സ്വസ്ഥത, മനസ്സിന്റെ നിർവൃതി എന്നൊക്കെ പറയും. അതിന് അറബി ഭാഷയിൽ അതിന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. അതായത് സലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, പക്ഷെ അതല്ല, അതിലപ്പുറമുള്ള. അപ്പൊ അല്ലാഹ് പറയാണ്, റസൂൽ പറയാണ്, അല്ലാഹ് നിങ്ങൾക്ക് ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരിലേക്ക് നിത്യ സമാധാനം വർഷിക്കപ്പെടാതിരിക്കൂല. അവർക്ക് എന്തായാലും അല്ലാഹുവിന്റെ സമാധാനം കിട്ടും. ആധുനിക മനുഷ്യന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പറയുന്നത് 2050 കഴിയുമ്പോഴേക്കും അധികം ആളുകളും അസ്വസ്ഥത കൊണ്ട്, സ്വസ്ഥത, സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ട് പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് അവര് വിധേയരാകും. അവര് മാനസിക ട്രീറ്റ്മെന്റ് 50%-60% കൂടുതൽ കുറഞ്ഞ രൂപത്തിലെങ്കിലും മാനസിക രോഗിയാവുന്നു. അതിന് കാരണം എന്താന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാരണം അസ്വസ്ഥനാവും, ടെൻഷൻ വരാം, ഡിപ്രഷൻ വരാം. എന്നാൽ അല്ലാഹ് റസൂൽ പറയാണ്, അവർക്ക് അല്ലാഹുവിന് നിത്യ സമാധാനം കിട്ടും. സമാധാനം ലീബിന് എന്ത് അല്ലേ? കൊട്ടാര സമുച്ചയം സമാനമായ വീട് പിന്നെന്തിനാ? മക്കൾ പിന്നെന്തിനാ? ജോലി പിന്നെന്തിനാ? എന്തുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹ് നൽകുന്ന സമാധാനം. അല്ലാഹ് പറയാണ്, അവർക്ക് അല്ലാഹുവിന്റെ നിത്യ സമാധാനം അത് വർഷിക്കപ്പെടുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതിലാണുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ നാവില് അത്തരം ചിന്തകളാണ്, പ്രവർത്തനത്തിലാണ്. അൽഹംദുലില്ലാഹ്. രണ്ട് ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന വഗശിയതുഹുർ റഹ്മ. ആ കൂടിയിരിക്കുന്ന ആളുകൾ അല്ലാഹ് അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹ് അവരെ പൊതിയും. ഗശിയ എന്ന ഗൈന് ഷീന് യാ എന്ന 3 അക്ഷരം അടങ്ങിയ ഈ പദത്തിന്റെ അർത്ഥം പൊതിയുക, ആവരണം ചെയ്യുക, മൂടുക എന്നൊക്കെയാണ്. അല്ലാഹ് അവരെ അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയും, മൂടും. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ സംസാരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, സംസാരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് പടച്ചോൻ 2 കണ്ണ് നൽകിയപ്പോൾ നിങ്ങളുടെ 2 ആളെയല്ല ഞാൻ കാണുന്നത്, നിങ്ങൾ എല്ലാവരെയും കാണുന്നു, നിങ്ങൾ എന്നെയും കാണുന്നു. ഈ രൂപത്തിലുള്ള കാഴ്ചയും കേൾവിയും ബുദ്ധിശക്തിയും സംസാരശേഷിയും ആരോഗ്യവും തുടങ്ങി ഓരോ ശ്വാസനിശ്വാസം മുതലുള്ള വളരെ നിസ്സാര നിമിഷങ്ങളിലുള്ള ശ്വാസനിശ്വാസങ്ങൾ മുതലുള്ള പടച്ചോൻ അനുഗ്രഹത്തിലാണ്. അല്ലാഹ് പറയുന്നു, ഇങ്ങനെ കൂടിയിരിക്കും അല്ലാഹ് അവരെ അനുഗ്രഹങ്ങളെ കൊണ്ട്, ഐശ്വര്യങ്ങളെ കൊണ്ട് പൊതിയും. എനിക്ക് ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ മെമ്മറി പവർ, ഈ ഹിഫ്ളാക്കാനുള്ള കഴിവ് ഇനി എനിക്ക് കൂടുതൽ ലഭിക്കണം. എനിക്ക് കാഴ്ച വേണം, കേൾവി വേണം, എനിക്ക് സമ്പത്ത് വേണം, മക്കൾ വേണം, എല്ലാം വേണം പടച്ചോനെ. അപ്പോ അല്ലാഹ് അവരെ അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയും. അത് ഈ ലോകത്ത് മാത്രമല്ല, ബർസഖി ജീവിതത്തിൽ, ഖബർ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണം. അല്ലാഹ് നമ്മളെ സഹായിക്കണം, അല്ലാഹ് നമ്മളെ അനുഗ്രഹിക്കണം. പാരത്രിക ലോകത്ത് ചെല്ലുമ്പോ നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹസനാത്തുകളെ കൊണ്ട് നമ്മളെ സയ്യിആത്തുകളൊക്കെ അല്ലാഹ് മായ്ച്ചു കളയണം. അങ്ങനെ പടച്ചോൻ നമ്മളെ സഹായിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ സഹായം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് മൂടൽ എവിടൊക്കെ? ഈ ലോകത്തും പരലോകത്തും ലഭിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തേതാണ്. മൂന്നാമത്തേത് വഹഫത്ത് ഉമുൽ മലായിക. കേട്ടിട്ടുണ്ടോ പലപ്പോഴും അല്ലേ? എന്തോ വഹഫത്ത് ഉമുൽ മലായിക? ആരെങ്കിലും ഓർമ്മയുണ്ടോ? വഹഫത്ത് ഉമുൽ മലായിക അല്ലാഹുവിന്റെ മാലാഖമാരുടെ ആശീർവാദം. എന്നിട്ട് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത് കേട്ടോ നിങ്ങള്. എപ്പോഴാണോ ആ വിഭാഗം ആ സദസ്സിലെത്തിയത്, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ എടുത്ത് പള്ളിയിൽ ഖുർആനുമായി തുറന്നിരുന്നത്, അവരെപ്പോഴാ അവര് തിരിച്ചു പോവുക, അതുവരേക്കും ഒരു സംഘം മാലാഖമാർ സദസ്സിനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവരുടെ പണി എന്താ? മലക്കുകളുടെ പണി എന്താണെന്നറിയോ? പടച്ചോൻ അവർക്ക് നീ പുറത്തു കൊടുക്കണം, അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം. പടച്ചോൻ അവരെ ഒരിക്കലും നീ നരകത്തിന്റെ വിറകാക്കി തീർക്കല്ല പടച്ചോനെ, അവിടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കും പടച്ചോനെ എന്ന് തുടങ്ങി ആ ആളുകൾക്ക് വേണ്ടി ആശീർവാദത്തിലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് അവർ ആ സദസ്സ് വിട്ട് പിരിഞ്ഞു പോണത് വരെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മലക്കുകളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ലഭിക്കുന്ന സദസ്സായിട്ടാണ് മൂന്നാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 4 വദക്കറഹുമുല്ലാഹ്. അല്ലാഹ് സുബ്ഹാനഹു വ തആല ആ കൂടിയിരിക്കുന്ന ആളുകളെ കുറിച്ച് ദക്കറഹുമുല്ലാഹ് അല്ലാഹ് ഓർക്കും. ഫീമൻ ഇൻദഹു. അല്ലാഹുവിന്റെ സമീപസ്ഥമായ മാലാഖമാരോട്
അള്ളാന്റെ സമീപസ്ഥമായ ആരൊക്കെയുണ്ട് അവരോടൊക്കെ ഈ സമയത്തെ ചർച്ച ആരെ കുറിച്ചാണെന്നറിയോ? നമ്മളെ കുറിച്ചാ, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാ, നമ്മളുടെ ഈ ഒരു കൂടിച്ചേരലിനെ കുറിച്ചാ. അപ്പൊ നോക്ക് നിങ്ങൾ, ഈ 4 മഹാ അനുഗ്രഹങ്ങൾ അള്ളാഹ് നമ്മളെ ഓർക്കുന്ന, നമ്മളെ കുറിച്ച് സംസാരിക്കുന്ന വേളയായിട്ട് 2 അള്ളാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള അള്ളാന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നമ്മൾ ഈ സദസ്സ് വിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സദസ്സ് വിട്ട് പിരിഞ്ഞു പോകുന്നവരേക്കുള്ള, അതുപോലെ അള്ളാഹ് അവരെ നിത്യ സമാധാനം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ട് 4 അനുഗ്രഹ സദസ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഇങ്ങനെ എപ്പോഴും കൂടിയിരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തുന്നു അല്ലെ. വീട്ടിലെത്തിയിട്ട് വീട്ടിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നില്ലെങ്കിലും പലപ്പോഴും ഒരു കൂട്ടമാണ് നമ്മൾ. എവിടെ? അത് ഒരു വാട്സപ്പ് എന്ന് പറയുന്ന മറ്റൊരു മീഡിയയിൽ ഒരു കൂട്ടം തന്നെയാണ്. ഒരു പക്ഷേ അവിടെയും ഇതിന്റെ ഫലം തന്നെ ആയിരിക്കാം. അങ്ങനെ ഒന്നും വേണ്ട. ടിക്യുവിന്റെ ഉസ്താദുമാര് ഇത് ഇങ്ങനെ ഒരു ദിവസം പ്ലാൻ ചെയ്തു, ഇങ്ങനെ ഒരു പ്രോഗ്രാം. അപ്പൊ തന്നെ മനസ്സിലൊരു നിയ്യത്ത്, എനിക്കതിൽ ചേരണം. ഒന്നാമത്തെ അതാണല്ലോ. എപ്പൊ നമ്മളെ മനസ്സിൽ അങ്ങനെ നിയ്യത്ത് വെച്ച് ചേരാനുള്ള നിയ്യത്ത് വെച്ചോ അതുപോലും നമുക്ക് നന്മയാണ് ഉമ്മമാരെ, നമുക്ക് നന്മയാണ്. ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോ അതിലൊന്ന് പങ്കെടുക്കണം. അത് നീയത്ത് വെച്ചിട്ട് അന്ന് എന്ന് വെച്ചതാ, എന്നോ വെച്ചതാ. ആ നീയത്തിന് പോലും നമുക്ക് കൂലിയുണ്ട്. അങ്ങനെയാകുമ്പോൾ കൂലി നഷ്ടപ്പെടാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുഞ്ചിരിക്ക് കൂലിയുണ്ട്. എപ്പോഴാ കിട്ടുക? എപ്പോഴാ കിട്ടുക? ആ പുഞ്ചിരിക്കുന്നതിന്റെ കൂലി നമ്മൾ മനസ്സിൽ കാണണം. ഞാന് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാ വരുന്നത്. ഞാൻ ഒരു 30 കിലോമീറ്റർ എങ്കിലും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. എന്റെ മനസ്സിലുള്ള കൂലി എനിക്ക് എങ്ങനെ കിട്ടും? അതെന്റെ യാത്ര ചെയ്തു വരുമ്പോ എന്റെ മനസ്സിലെ നിയ്യത്ത് ഇതാണ്. വളരെ സന്തോഷം, വളരെ ഖുർആനിന്റെ ഈ ഒരു പ്രോത്സാഹനം. ഇവിടെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നു, ഷെയർ ചെയ്യുക, പരിചയപ്പെടുക, അതിലപ്പുറം നേരത്തെ പറഞ്ഞ വളരെ മഹത്തരമായ സദസ്സിലെത്തുക എന്നുള്ളതാണെങ്കിൽ അതിന് മഹത്തരമായ കൂലി ലഭിക്കും, അതിന് മഹത്തരമായ പുണ്യം ലഭിക്കും അല്ലേ. പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന് എപ്പോഴാണ് നമുക്ക് കൂലി കിട്ടുക അല്ലെ? എന്റെ ഒരു പാപം മായ്ക്കപ്പെടുന്നുണ്ടല്ലോ. പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, ആ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പാപം മായ്ക്കപ്പെടുക മാത്രമല്ല, ഒരു തിന്മ അല്ല ഒരു നന്മ ചേർക്കപ്പെടുകയും ചെയ്യുന്നു. അത് എപ്പോഴാ കിട്ടുക? അതെല്ലാവർക്കും കിട്ടൂല. എല്ലാവർക്കും കിട്ടുമോ? അതെല്ലാം ആർക്കാ കിട്ടുക? നമ്മളെ മനസ്സിൽ കരുതണം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മനസ്സ് കരുതിയവർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കരുതിക്കൊണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോ ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കുമ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ എന്നിൽ നിന്ന് സ്വീകരിക്കണം പടച്ചോനെ എന്ന് നമുക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കാനാവണം. നമ്മളെ പ്രാർത്ഥന അതായിരിക്കണം അല്ലേ. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു രീതിയാണ് നമ്മളുടെ രീതി. വളരെ സന്തോഷം നിറഞ്ഞൊരു രീതി, മനസ്സിന് സമാധാനം കിട്ടുന്ന രീതി, സ്വസ്ഥത കിട്ടുന്ന രീതി, പ്രാർത്ഥനക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു രീതി ഒക്കെ ആയിട്ട് അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും സമാധാനത്തോടുകൂടി ഖുർആൻ പരിപൂർണമായി ഹിഫ്ളാക്കുവാനും ദറജ അല്ലാഹുവിന്റെ കോടതിയിലെ വർത്തഖി ഇഖ്റഉ വർത്തഖീന സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുക, എന്നിട്ട് സ്വർഗ്ഗത്തിന്റെ ദറജയിലേക്ക് നിങ്ങൾ കയറിക്കൊള്ളുക. ക്ഷീണിതരായി അല്ലെങ്കിൽ അങ്ങനെ ദീർഘനേരം ഖുർആൻ ഓതി ശബ്ദ വ്യത്യാസമൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന മദീന പള്ളിയിലെ സഹാബത്തിനെ വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇഖ്റഉ വർത്തഖി, നിങ്ങൾ ഓതിക്കോളി സഹാബ, വർത്തഖി, നിങ്ങൾ അങ്ങനെ കയറിക്കൊള്ളുക. അങ്ങനെ അള്ളാന്റെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങനെ കയറിക്കൊണ്ട് നാളെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ കൈകളിലൂടെ ഹൗദുൽ കൗസർ സ്വീകരിക്കുന്ന യഥാർത്ഥ ഉമ്മത്തിങ്ങളിൽ, യഥാർത്ഥ വിശ്വാസി കുടുംബങ്ങളിൽ നിങ്ങളെയും മക്കളെയും എല്ലാവരും ഉൾപ്പെടുത്തി നാളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമുക്ക് അല്ലേ. നോക്ക് നിങ്ങൾ, ഞാൻ നോട്ടും കാര്യമൊക്കെ അവിടെ അതിലേക്കൊക്കെ പോകും. നിങ്ങൾ ഈ തേനീച്ച, ഖുർആൻ ഒരു സൂറത്തിന് ഒരു അധ്യായത്തിന്റെ ഒരു പേര് പറഞ്ഞതാണ് തേനീച്ച അല്ലെ. തേനീച്ചയ്ക്ക് കുറെ പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു. തേനീച്ചയുടെ ആയുസ് എത്രയെന്നറിയോ? തേനീച്ചയുടെ ആയുസ് 6 ആഴ്ച മാത്രമാണ് തേനീച്ചയുടെ ആയുസ്സുള്ളത്. 6 ആഴ്ച. ഈ 6 ആഴ്ചയിൽ ജീവിക്കുന്ന തേനീച്ച ചെയ്യുന്ന പണി നമുക്കറിയാലോ അല്ലേ. 8 കിലോമീറ്ററിലേറെ നിരീക്ഷിച്ചിട്ട് ചില നിരീക്ഷകർ പറയുന്നു 8 കിലോമീറ്ററിലേറെ തേനീച്ച യാത്ര ചെയ്യുന്നു തേൻ ശേഖരിക്കാൻ വേണ്ടി. അത് ആ കൂട്ടത്തിൽ എല്ലാവരും പോകുന്നില്ല. ഒരു സംഘം തേൻ ശേഖരിക്കാൻ പോകുന്നു. നല്ല മഴയാണെങ്കിലും നല്ല തണുപ്പാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നു. അപ്പൊ ഒരു സംഘം 8 കിലോമീറ്ററിലേറെ സഞ്ചരിച്ച് തേൻ ശേഖരിക്കും. മറ്റു ടീമിന്റെ പണി എന്താണെന്നറിയോ? ഈ കൊണ്ടുവരുന്ന തേൻ എന്ത് ചെയ്യണം? അടുക്കി വെക്കാൻ നമ്മളെ ഈ ചെറിയ കൂട് മതിയാവില്ല. കൂടിന്റെ വലുപ്പം കൂട്ടുകയാണ് അവർ തിരക്ക് പിടിച്ച നിർമ്മാണ പണിയില, ഫാക്ടറിയുടെ അല്ലെ പണിയെടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് ഒരു വിഭാഗം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്, മുട്ടയിട്ടിട്ടുണ്ട്.
മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റൊരു ടീം ഭക്ഷിപ്പിക്കുക. തേനീച്ച എന്ന് പറയുന്ന പല ഡോക്യുമെന്ററിയിലും ഒക്കെ നമ്മൾ കേൾക്കുന്നതും അറിയുന്നത്, അതിനെ ഭക്ഷിപ്പിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗത്തിന്റെ പണി എന്താണെന്നറിയോ? സൈന്യമായിട്ട് വർക്ക് ചെയ്യുക. ആരെങ്കിലും പ്രതിരോധിക്കാൻ വേണ്ടി വന്നാൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. എന്നിട്ട് അവരോ കുത്തി പരിക്കേൽപ്പിച്ച് ശത്രുവിനെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എന്താ? അവരതോടുകൂടി പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവർ ചത്തുപോകും. അതിന് തയ്യാറായി നിൽക്കുന്ന മറ്റൊരു സംഘം, മക്കളെ പോറ്റി വളർത്തുന്ന മറ്റൊരു സംഘം, കൂട് നിർമ്മിക്കുന്ന മറ്റൊരു സംഘം, തേൻ ശേഖരിക്കുന്ന മറ്റൊരു സംഘം, അങ്ങനെ തേനിന്റെ കൂടിലേക്ക് ഇങ്ങനെ കാറ്റ് വീശി ചിറകി വീശി കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഘം. അങ്ങനെയൊക്കെ പണിയെടുത്തുകൊണ്ടേയിരിക്കുക. ഇവരുടെ ആയുസ്സോ 6 ആഴ്ച മാത്രം. എന്തെല്ലാം പണിയാണ്. പലരും കഴിഞ്ഞ നിങ്ങളുടെ പ്രോഗ്രാമിൽ TQ-നെ വർണ്ണിച്ചുകൊണ്ട് പല പാട്ടും പാടി. TQ-ലെ പല രൂപത്തിലാണ് അതിന്റെ മഹത്വമൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ ഇപ്പൊ വരുന്നൊരു ഉപമ അതൊരു തേനീച്ചയുടെ പ്രവർത്തനം പോലെയാണ്. എന്തെല്ലാം പണിയെടുക്കുന്നതല്ലേ, ഒഴിവില്ലേ? നമ്മളെ പെണ്ണുങ്ങളൊക്കെ എനിക്ക് ശരിക്കും അറിയുന്ന, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ആകെ അസ്വസ്ഥനാണ്. ബൈക്കിൽ ചിലപ്പോൾ എന്റെ ബൈക്കിൽ ഇരുന്നിട്ട് ഖുർആന്റെ പാഠം കൊടുക്കലൊക്കെ. ഇതെല്ലാം പണിയാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു തേനീച്ച വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു തേനീച്ച ചെയ്യുന്നത് പോലെയുള്ള വളരെ കുറഞ്ഞ സമയത്ത് എന്തെല്ലാം പണിയാണ് നമ്മൾ എടുത്തത്. നമ്മൾ പ്രത്യേകത അങ്ങനെയാണ്. എനിക്കൊരു അധ്യാപകനുണ്ട് ഫാറൂഖ് കോളേജിൽ. ആ അധ്യാപകൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമുക്കൊക്കെ കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് നല്ല മസിൽ പവറുള്ള ഈ ജിമ്മിനൊക്കെ പോകുന്ന ആളുകളില്ല, അതുപോലെ നിങ്ങൾക്ക് ആവാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം മതി. നിങ്ങൾ അത് തീരുമാനിച്ച് അങ്ങനെ നിങ്ങളാവും. നിങ്ങൾ വലിയൊരു ബംഗ്ലാവ് എടുത്ത് വലിയൊരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു കോടീശ്വരനാവാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതായി തീരും. നിങ്ങൾ വലിയൊരു പണ്ഡിതനാവാനാണ് നിങ്ങൾ ആഗ്രഹങ്ങൾ, അതായി തീരും. നിങ്ങളൊരു സാധാരണ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ ആവാനാണെങ്കിൽ അതായി തീരും. നിങ്ങളൊരു എഞ്ചിനീയറോ ഡോക്ടറോ പ്രധാനമന്ത്രിയോ ഉന്നതിയുള്ള ആളാവാനാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായി തീരും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായി തീരാൻ കഴിയും. നമുക്ക് വീട്ടിലങ്ങനെ ചടഞ്ഞിരുന്നാൽ അങ്ങനെ നമുക്ക് ഇരിക്കും. അതേ സമയത്ത് ഇതൊക്കെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയും. ഇതെല്ലാം നടത്താൻ നമുക്ക് കഴിയും. ഇതിൽ പഠിതാവാൻ കഴിയും, അല്ലെ? എല്ലാം നമുക്ക് കഴിയും. നമുക്ക് നിങ്ങൾ ലോകത്തിൽ ഏറ്റവും അധികം ഓട്ടത്തിൽ ഒന്നാംകാരൻ ആരാണ്? ഒന്നാമത്തെ ആളാരാണ്? ഹുസൈൻ ബോൾട്ട് ആണ്, അല്ലെ? ഹുസൈൻ ബോൾട്ട് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ ഹൈറ്റ് ഉള്ള അദ്ദേഹത്തിന്റെ പരിശീലനം അങ്ങനെയാണ്. ലോകത്തിലെ ഒന്നാമത്തെ ഓട്ടക്കാരൻ. അത് കഴിഞ്ഞു പുതിയ ഒരാൾ വന്നു, അമേരിക്കയിൽ നിന്ന് തോന്നുന്നു. അവന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എത്ര വയസ്സെന്നറിയോ? 12-13 വയസ്സായിട്ടുള്ളൂ. അവന്റെ ഒപ്പ, അവന്റെ അച്ഛൻ അവനെ വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? മോനെ, നീ ഹുസൈൻ ബോൾട്ടിനേക്കാൾ മുമ്പിലെത്തും, 1-ാം സ്ഥാനത്തെത്തും. എങ്ങനെ? നീ ഓടാൻ പുറപ്പെടുന്നതിന് മുമ്പേ നിന്റെ ശരീരത്തിന് ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയാൽ ഫസ്റ്റ് ആയി എന്ന് ശരീരം പറയില്ലേ? ആ ശരീരം നിന്നോട് ഉത്തരം ചെയ്യുന്നതിന് മുമ്പേ, ഓട്ടം തുടങ്ങുന്നതിന് മുമ്പേ നിന്റെ മനസ്സിൽ നീ കണക്ക് കൂട്ടിക്കൊള്ളണം. നിനക്ക് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്ന് നീ കണക്ക് കൂട്ടിക്കൊള്ളണം. അപ്പൊ ഫസ്റ്റ് ആണ് നീ കണക്ക് കൂട്ടെങ്കിൽ നീ ഫസ്റ്റ് എത്തും, ലോകത്തിൽ ഒന്നാമതെത്തും. 12-13 വയസ്സായിട്ടുള്ളൂ. അവന് ഹുസൈൻ ബോൾട്ട് ഓടുന്ന സമയം പോലും എടുക്കുന്നില്ല. എത്ര 100-100 മീറ്റർ ഒന്ന് ഓടാൻ. അതെന്തുകൊണ്ടാ? അവനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നീ ഓടുന്നതിന് മുമ്പേ നിന്റെ മനസ്സ് തീരുമാനിക്കണം നിനക്ക് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള. ആ തീരുമാനം നീ വിജയിക്കുന്ന. അപ്പൊ നമ്മളുടെ മനസ്സ് അങ്ങനെയാണ്. മനുഷ്യൻ അങ്ങനെയാണ്, അല്ലേ? മനുഷ്യന്റെ പ്രവർത്തനം അങ്ങനെയാണ്. മറ്റൊരു ജീവികളെ പോലെയല്ല. മറ്റൊരു ജീവികളെ പോലെയല്ല. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടുന്ന സെക്കൻഡുകൾ മാത്രം ആവശ്യമുള്ള ആറ്റം ബോംബ് ഈ മനുഷ്യന്റെ കരങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാ? നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഏതാണ്? ബുർജ് ഖലീഫ. ബുർജ് ഖലീഫിനൊക്കെ വെല്ലുന്നത് ഇപ്പൊ വരാൻ പോവാണ്. കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ, അല്ലേ? ഏതാണ്? 1 കിലോമീറ്റർ ആണ് അത്ര അതിന്റെ ഉയരം. ഇതെവിടാണ്? ഇതാദ്യം മനുഷ്യന്റെ മനസ്സിലാ, പിന്നെയാണ് പുറത്തോട്ട്. പ്രകാശം എന്ന് പറയുന്നത്, അല്ലെ? മൊബൈലിന്റെ ലൈറ്റും ടോർച്ച് കടിക്കുമ്പോൾ പ്രകാശത്തിനൊരു വേഗതയുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്രകാശ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക്കുകളുടെ മനുഷ്യന്റെ തലേന്ന. അതിന് പറയുന്ന പേരാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. നമ്മൾ ആരാന്നറിയോ? സൂപ്പർ കമ്പ്യൂട്ടറുകൾ. നമ്മുടെ കണ്ണുകള് അങ്ങനത്തെ കാഴ്ച നൽകുന്നതാ ആ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വിഷൻ. കമ്പ്യൂട്ടറിന്റെ മുകളിൽ ചില ക്യാമറ ഉണ്ടാവും, മൊബൈലിന്റെ മുകളിൽ ചില ക്യാമറ ഉണ്ടാവും. അതൊന്നുമല്ല, ആ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് യോജിച്ച കണ്ണുകളാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ എന്താണോ കരുതുന്നത് അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ എന്താണ് കരുതുന്നത്, അല്ലേ? നിപ്പ വൈറസ് വന്നു കോഴിക്കോട്, നമുക്കറിയാം, എന്റെ പരിസര പ്രദേശത്ത് തന്നെയാണ്. നിപ്പ വൈറസ് വന്നിട്ട് മരണപ്പെട്ട 1-2 ആളുകൾ നിപ്പയുടെ ഒരു അടയാളവും തലേ നാളുകളിൽ ഉണ്ടായിരുന്നില്ല. ഒരേ അടയാളവും. പിന്നെന്താ സംഭവം? തൊട്ട അടുത്ത വാർഡിൽ നിന്നാണ് ആ ഒരു മുസ്ലിം
നഴ്സ് മരിക്കുന്നത് തൊട്ടടുത്ത വാർഡിൽ നിന്നാണ്. പനിയായി അസുഖമായി അഡ്മിറ്റ് ചെയ്ത ഈ രോഗികൾ അഡ്മിറ്റ് ചെയ്ത തൊട്ടടുത്ത വാർഡിൽ നിന്നാണ് ഒരു അമുസ്ലിം നഴ്സ് മരിക്കുന്നത്. അതോടുകൂടി ഇവരൊക്കെ കരുതി എന്താണ്, എന്റേത് നിപ്പയാണ്. നമ്മളെ മനസ്സിലാണല്ലോ അസുഖം. ശരിക്കും പറഞ്ഞ അവർ ഒരു പക്ഷേ അവർ നിപ്പയുടെ ഒരു അടയാളം തലേ ദിവസങ്ങളിൽ കാണാത്തവർ പുടുന്നനെ മരിക്കുകയാണ് പെട്ടെന്ന്. കാരണം എന്താ, അവർ തീരുമാനിച്ചു ഈ നഴ്സിനും ഇതേപോലെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ എന്റെ പനിയും നിപ്പയാണ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ തോന്നും ഇന്റേതും അതേ അസുഖമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷണം വെച്ച് നോക്കി പറയാം നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളെ മനസ്സിൽ എന്തായി, ക്യാൻസർ ആയി. അത് നമ്മളെ മനസ്സാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ അങ്ങനെ ബാഡ് തിങ്കിങ് ആണെങ്കിൽ പിന്നെ അതന്നെ വരും നമുക്ക്. ഖുർആൻ എനിക്ക് ഓതാൻ കിട്ടൂല, എനിക്ക് അതിലെ അങ്ങനെ ഓതി 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 അങ്ങനെ പോവാൻ കഴിയില്ല, പിന്നെ പോവാൻ തന്നെ കഴിയോ, പിന്നെ തെറ്റുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ നിങ്ങൾ ആദ്യം ഓതിയ തെറ്റുകളൊക്കെ തിരുത്തി ആദ്യം ഓതിയപ്പോഴുള്ള പേടി മാറി. ഇതെന്തുകൊണ്ടാ, നമുക്ക് ഉറപ്പ കോൺഫിഡന്റ് മനസ്സിൽ വന്നു, ഇനി ഇന്റെ തെറ്റുന്നില്ലല്ലോ. ആദ്യത്തെ 18 ആയത്തൊന്നും നോക്കാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോണെന്തുകൊണ്ടാ, ഒരു പ്രശ്നമില്ല, നമുക്ക് വളരെ ഇതാണ്. അതേ സമയത്ത് തെറ്റുമെന്ന് കരുതിയിട്ട് ഒരു ആയത്ത് പോലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയോ? തെറ്റുമെന്ന് തോന്നുന്ന ആയത്തേ തെറ്റുള്ളൂ, അല്ലേ? തെറ്റൂല എന്ന് തോന്നുന്ന ആയത്ത് നമ്മളെ തെറ്റാതിരിക്കുക. അതൊക്കെ നമ്മളെ മനസ്സാണ്. നമ്മളെ മനസ്സ് എന്ത് കണക്കൂട്ടുന്ന നമ്മളെ മനസ്സ് എന്ത് കണക്കൂട്ടുന്നു അതാണ്. അപ്പൊ നമ്മളെ മനസ്സിന് അങ്ങനെയൊക്കെയുള്ള വലിയ പ്രത്യേകതയുണ്ട്. അതാണ് പടച്ചുറപ്പ് നമുക്ക് നൽകിയ വലിയ മഹത്വരം. ആദമിന്റെ മക്കൾ അല്ലാഹ് ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. ഈ ആദരവും ഈ ബഹുമാനവും ഒക്കെ ഏറ്റുവാങ്ങി നമ്മൾ അങ്ങനെ ജീവിക്കും. അതിനിടയിൽ നമ്മുടെ മുമ്പിലൂടെ വരുന്ന ഈ ഖുർആനും പഠനവും ഒക്കെ നമുക്കൊരു ആശീർവാദമായി മാറണം. ജീവിതത്തിൽ സന്തോഷം വരണം, സമാധാനം വരണം, അല്ലെ? വീട്ടില് ആൾതാമസമില്ലാത്ത വീട്ടിൽ, അതായത് ഖുർആൻ മനസ്സിൽ ചെല്ലാത്ത ആളുകളുടെ വീട് ആൾതാമസമില്ലാത്ത വീട് പോലെയാണ് അവന്റെ കൽബെന്നാ പറഞ്ഞത്. ആൾതാമസമില്ലാത്ത വീട്ടില് വിഷം ചീറ്റുന്ന പാമ്പുകൾ എത്തും. അവിടെ ആ പ്രയാസം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഗ്ലാസും ഫർണിച്ചറും ഒക്കെ പൊടി വന്ന് അതിന്റെ ഭംഗി നഷ്ടപ്പെടും. താഴെയുള്ള ടൈൽസ് ഒക്കെ അല്ലെ നമുക്കറിയാം, ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് മാറി നിന്ന ആ രൂപത്തിൽ നശിച്ചു പോകും. അതുപോലെ മനസ്സിൽ ഖൽബിൽ ഖുർആനില്ലാത്ത ആളുകള് ആൾതാമസമില്ലാത്ത വീട് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നെയ്യും അവിടെ വിഷം ചീറ്റുന്ന പാമ്പിനേക്കാൾ മറ്റുള്ളവർക്ക് പ്രയാസം വരുത്തുന്ന വ്രണപ്പെടുത്തുന്ന വാക്കുകൾ അവന്റെ വാക്കിലൂടെ വരും. കാരണം അവന്റെ കൽബിൽ എന്താണ്, അവിടെ മാറാലയാണ്, അവിടെ സ്നേഹവും അവിടെ ഐക്യവും അവിടെ സമാധാനത്തിന്റെ വാക്കുകളൊന്നും ആവൂല, അവിടെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാവും. അങ്ങനെയാകും അതൊക്കെ നഷ്ടപ്പെടുത്തും. അതോടൊപ്പം ഈ കൽബിൽ ഖുർആൻ നിറഞ്ഞു വരുമ്പോ അത് നമ്മളെ ജീവിതത്തിൽ മാത്രമല്ല നമ്മളെ കുടുംബ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം വരും, സമാധാനം വരും, അല്ലേ? നോക്ക് നിങ്ങൾ, ഞാൻ എന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഇസ്ലാമിന്റെ പാതയിലേക്ക് കടന്നു വന്ന കുറച്ച് ആളുകളുടെ KT ഹുസൈൻ സാഹിബിന്റെ നവമുസ്ലിം വനിതകളായ നവമുസ്ലിം അവരുടെ ആത്മകുറിപ്പുകൾ എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തി. അതിൽ 179 ആളുകളുടെ കുറെ ആളുകളുടെ ചരിത്രം പറയുന്നു. കുറെ ആളുകൾ വളരെ ചുരുക്കി അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രംഗം പറയുന്നുണ്ട്. ഇതിനെ തുടങ്ങുന്നത് തന്നെ അമേരിക്കയിലെ ഒരു പത്രപ്രവർത്തകയായ ആമിന എന്ന് പേര് സ്വീകരിച്ച മുസ്ലിമായ ചിക്കാഗോയിലെ സിന്ധ്യ എന്ന് പേരുണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പുസ്തകം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഇനി അതല്ലാതെ ആ ഒരു വായനക്ക് വളരെ രസകരമായ, അതായത് ഖുർആനിന്റെ സ്വാധീനം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നവ മുസ്ലിങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ലോകത്തെ നോക്ക്. നിങ്ങൾ ഒരു ചിക്കാഗോയിലെ ഒരു ആമിന എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറയണം. ഒരു ആമിന എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് ജനിച്ചു വളരുന്നതിന് ഏറെ കുറ്റകൃത്യങ്ങൾക്കും മയക്കുമരുന്നിനും പേര് കേട്ട അമേരിക്കയിലെ ചിക്കാഗോയിലെ ഒരു ചേരി പ്രദേശത്താണ്. അവിടുത്തെ കുട്ടികൾ ആരും സ്കൂളിൽ പോകില്ല. അവര് ചേരിയിലായതുകൊണ്ട് അവർ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ ഇല്ല. എന്നിട്ടല്ലേ സ്കൂളും കോളേജും ഒക്കെ, ആരും പഠിക്കാനൊന്നും പോകില്ല. പക്ഷേ കുറ്റകൃത്യങ്ങളിലും മയക്കുമരുന്നിലും മുഴുകി ജീവിക്കുന്ന സമൂഹം. ഈ ഇന്ത്യയുടെ പിതാവ് പോലും അതിൽപ്പെട്ടതാണ്. പിതാവിന്റെ അശ്രദ്ധ കാരണം മാതാവിന്റെയും വെളുത്ത വർഗക്കാരായിട്ടുള്ള അമേരിക്കക്കാരുടെ വെളുത്തവർക്കാരുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് വീട് നോക്കുന്നത്, സ്വന്തം വീട്ടിലെ ചെലവ് നോക്കുന്നത്. അച്ഛൻ ഉപദ്രവകാരിയാണ്, മദ്യപാനത്തിന്റെ അങ്ങേത്തലയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഇവളെ നോക്കാൻ ആരുണ്ടല്ലോ. രാവിലെ അമ്മ അടുത്ത വീട്ടിൽ പണിക്കാൻ പോവാ. അങ്ങനെ ആ ചേരിയിൽ നിൽക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ പെൺകുട്ടിക്ക് പോളിയോ രോഗം പിടിപെടുകയാണ്. പോളിയോ വന്നാൽ നമുക്കറിയാം, അരക്ക് താഴെ പലതും വരും, കൈയൊക്കെ വരും. അരക്ക് താഴെ പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെടുകയാണ്.
അങ്ങനെ സംസാരശേഷി തുടങ്ങിയ സമയത്തിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുന്ന മുമ്പ് തന്നെ അശ്രദ്ധ കാരണം ഈ ഒരു അസുഖം പിടിപെട്ടു. സംസാരിച്ച് തുടങ്ങിയത് മുതൽ തന്നെ സിന്ധ്യക്ക് ഒരു കാര്യം പറയാനുള്ളൂ, എന്നെ സ്കൂളിൽ ചേർത്തണം, എനിക്ക് പഠിക്കണം, എന്നെ പഠിക്കാൻ അനുവദിക്കണം. അങ്ങനെ സിന്ധ്യ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പഠിക്കാൻ വേണ്ടി താല്പര്യം പറഞ്ഞ അവസാനം അമ്മ ഒരു പഴയ വീൽ ചെയർ, പൈസ ഒന്നും കൊടുക്കാനില്ല, ഒരു പഴയ തുരുമ്പിച്ച വീൽ ചെയർ വാങ്ങിച്ചു കൊടുത്ത് ആ വീൽ ചെയറിൽ തള്ളി സ്കൂളിൽ എത്തിച്ചു കൊടുക്കും. ആദ്യമൊക്കെ തള്ളിക്കൊണ്ടേ പിന്നെ അവൾ സ്വന്തം കൂട്ടുകാരോടൊത്ത് ഉരുട്ടി പോകാൻ തുടങ്ങി. എല്ലാ സമ്മാനത്തിനും അവളാണ് അർഹ സ്കൂളിൽ. അങ്ങനെ അവള് 8ാം ക്ലാസ്സിലൊക്കെ ഉന്നത വിജയം. 17ാം വയസ്സിൽ അവള് സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. കറുത്തവർഗക്കാരായ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിക്ക് അവസരം കിട്ടാറില്ല, അവരെപ്പോഴും താഴത്താണ്, അവരാരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ സിന്ധ്യയുടെ മിടുക്കും ബുദ്ധിശക്തിയും അവരുടെ പെരുമാറ്റവും അവരുടെ ഇടപെടലും അവർക്ക് സ്കോളർഷിപ്പോടുകൂടി യൂണിവേഴ്സിറ്റിയിലേക്ക് അവർക്ക് ചാൻസ് കിട്ടുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ ചെന്നു. അവർ അരക്ക് താഴത്തുള്ള സ്വന്തം ഒരു വീൽ ചെയർ ഉരുട്ടിയാ പോണത്. വളരെ പ്രയാസം. പക്ഷെ അവരിതൊന്നും ഒരു കാര്യമാക്കിയില്ല. അവൾ ഫുൾ ടൈം ലൈബ്രറിയിൽ കിട്ടാവുന്ന അവസരം മുഴുവൻ വായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളുടെ കയ്യിൽ ഒരു കട്ടിയുള്ള പുസ്തകം കിട്ടിയത്രേ. എന്താണ്? കറുത്ത വർഗക്കാരായ ആളുകൾക്ക് നേതൃത്വം വഹിച്ച മാൽക്കം എക്സ് എന്ന് പറയുന്ന ഒരാളുടെ ആത്മകഥ. മാൽക്കം എക്സ് എന്ന് പറയുന്ന ആ കുറ്റവാളി മുസ്ലിം ആവുകയും എന്നിട്ട് അമേരിക്കയിലെ കറുത്ത വർഗക്കാരായ ആളുകൾക്ക് അദ്ദേഹം സേവന പ്രവർത്തനങ്ങൾ മുഴുകി ജീവിച്ച് പോയിട്ടുള്ള മാൽക്കം എക്സ് എന്ന് പറയുന്ന വലിയൊരു കുറ്റവാളിയായ മനുഷ്യൻ, പിന്നെ മാതൃകാ മനുഷ്യനായ ഒരു മനുഷ്യന്റെ ചരിത്രം പുസ്തകം അവളുടെ കയ്യിൽ കിട്ടുകയാണ്. അത് മുഴുവൻ അവൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ മാൽക്കം എക്സിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റി ഒരു കുറ്റവാളിയെ, നമുക്കറിയാം, നമ്മളൊക്കെ മുമ്പ് ഉമർ റളിയല്ലാഹുവിന്റെ കഥയൊക്കെ പഠിച്ചു കേട്ടതുപോലെ കരിങ്കല്ലിന് തുല്യമായ അവസ്ഥയിൽ ജീവിച്ച ഒരു കുറ്റവാളിയുടെ ജീവിതം മാറ്റി അമേരിക്കയിലെ കറുത്ത വർഗക്കാരായ ആളുകളുടെ ജീവിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മാൽക്കം എക്സിനെ മാറ്റിയ ഈ ഗ്രന്ഥം അതിൽ പറയുന്നു, മാൽക്കം എക്സിനെ പ്രധാനമായി മാറ്റിയത് എന്താണെന്നത്രേ? ഖുർആനാണത്രേ. ആ കേട്ട് അവൾക്ക് ഒരു തോന്നൽ, ഖുർആൻ വായിക്കണം, അത് പഠിക്കണം. അവൾ ഖുർആനിലേക്ക് വന്നു. അതേ ലൈബ്രറിയിലെ, അതേ വിശാലമായ ലൈബ്രറിയിലെ വളരെ കിട്ടുന്ന പുസ്തകങ്ങൾ കിട്ടാവുന്ന സമയത്തൊക്കെ അവർ പഠിച്ചു. വളരെ പെട്ടെന്ന് അവള് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ചുരുക്കുകയാണ്, മുസ്ലിമായി. അങ്ങനെ ഈ മുസ്ലിമായത് രഹസ്യമായ നമസ്കാരവും രഹസ്യമായ പ്രാർത്ഥനയൊക്കെയായി പോകുന്നിടക്ക് ഒരു ദിവസം രാത്രി തന്റെ പിതാവ് വന്ന് അമ്മയെ ഉപദ്രവിക്കുകയാണ്. കള്ളു കുടിച്ചു വന്ന് അമ്മയെ ഉപദ്രവിക്കുന്നത്. അവള് ആകെ അവശതയാണ്, അരക്കതായ തളർന്ന അവസ്ഥയാണ്. അവള് പിടിച്ചു മാറ്റുന്ന ഇടയിൽ അറിയാണ്ട് പറഞ്ഞുപോയി, ഞാൻ മുസ്ലിമാണ് അറിയാണ്ട് പറഞ്ഞുപോയി. അതോടുകൂടി അച്ഛൻ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയി. അമ്മ അവളോട് ആവുന്നതും പറഞ്ഞു, മോളെ, എന്നെ 18-19 വയസ്സ് വരെ ഇത്രയും പ്രയാസപ്പെട്ട് എന്നെ പഠിപ്പിച്ചതൊക്കെ ഞാനാണ്, നീ ഒരു കാരണവശാലും ഇസ്ലാമിലേക്ക് പോവരുത്. അമ്മ അതിന് തീർത്തും വിരുദ്ധമായി, ക്രിസ്ത്യൻ കുടുംബമാണ്, സമ്മതിച്ചില്ല. അങ്ങനെ അമ്മയോട് അവള് എല്ലാ നിലക്കും ഉപദേശത്തോടു കൂടി പറഞ്ഞു. നമ്മുടെ ജീവിതവും അതിന്റെ ദൗത്യവും പരലോക ജീവിതമൊക്കെ അവർക്ക് അമ്മക്ക് നിർദ്ദേശം കൊടുത്തു. പക്ഷേ അതൊന്നും ചെവികൊള്ളാതെ അന്ന് രാത്രി തന്നെ അമ്മ അവളെ ആ കൂരയിൽ ഉപേക്ഷിച്ച് കടന്നുകളയാണ്. അങ്ങനത്തെ ഒരു മകളെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നേരം പുലരും മുമ്പേ അമ്മ അവളെ ഇട്ടേച്ചു പോവുകയാണ്. ഏറെ അടക്കതായ തളർന്ന, ഏറെ അവശത അനുഭവിക്കുന്ന ഈ സിന്ധ്യ എന്ന പെൺകുട്ടി, ആമിന എന്ന് പേര് സ്വീകരിച്ച ആമിന, അമ്നുള്ള നിർഭയത്വമുള്ള പെൺകുട്ടിക്ക് ആ കൂരപ്പരയിലെ ഒറ്റക്കുള്ള വാസം ഒരു പ്രശ്നമായില്ല. അവിടെ ആരും തന്നെ നോക്കാനില്ലെങ്കിലും എന്റെ റബ്ബെന്നെ നോക്കാനുണ്ട്, എന്നെ അറിയാനുണ്ട്. അവിടെ സംതൃപ്തിയിൽ അവൾ ജീവിച്ചു. വീണ്ടും അവള് പ്രബോധന പ്രവർത്തനത്തിലും വായനയിൽ മുഴുകി. അങ്ങനെ അവർ പരസ്യമായി മുസ്ലിമയായി. ആ സമയത്ത് തന്നെ അവൾക്ക് പത്രപ്രവർത്തകയായി അവർ മാറി. അതിനിടയിലൂടെ വലിയ ജോലി അവർക്ക് കിട്ടി, വളരെ ഉന്നതമായി. എന്നിട്ട് അവൾ എന്താ ചെയ്തെന്നറിയോ? അവൾക്കറിയാം ഇസ്ലാമിന്റെ പ്രത്യേകത. അവൾ മനസ്സിലാക്കി ഓരോ വചനങ്ങളും. അതിന് കൃത്യമായിട്ട് അതിലൊരു പാരഗ്രാഫ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ പുസ്തകം തുടക്കത്തിൽ തന്നെ മനസ്സിലാകും. മനസ്സിരുത്തി കണ്ണ് തുറന്ന് നിഷ്കളങ്കമായി ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കുന്നുവോ, എന്തായാലും അവരെ ഖുർആൻ സ്വാധീനിക്കാതിരിക്കൂല എന്ന് അമുസ്ലിമായിട്ടുള്ള, അങ്ങനെ ഒരു ഇസ്ലാമിനെ കുറിച്ച് മനസ്സിൽ കയറി ചെന്നിട്ടില്ലാത്ത അവള്, ആ മഹാവ്യക്തി വനിത പറയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവർ ഒന്നാമത്തെ പണി എന്താ ചെയ്യണമെന്ന് അറിയോ? തൊട്ടടുത്ത് തന്നെ ഒരു പ്രിസൺ, ഒരു ജയിലുണ്ട്. കുറെ കുറ്റവാളികൾ ചെന്ന് അടക്കപ്പെട്ട ഒരു ജയിൽ. അവൾ ഈ വീൽ ചെയറിൽ ചിരിച്ച് ആ ജയിലറയിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ ജയിലറിൽ കുറ്റവാളികൾക്ക് പ്രബോധനം ചെയ്യാണ്. നിങ്ങൾ എത്ര ഡ്യൂട്ടി നിർവഹിക്കാനുള്ളവരാ, എത്ര കുടുംബങ്ങളുടെ നാഥന്മാരാ നിങ്ങൾ എങ്ങനെ ഈ പ്രിസണിൽ വന്ന് കഷ്ടപ്പെടേണ്ട അവസ്ഥ എന്താ? മക്കള് കൂടെയില്ല, ഭാര്യ കൂടെയില്ല, കുടുംബം കൂടെയില്ല, നിങ്ങളുടെ ചെയ്തി കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്മയിലേക്ക് വരണം, ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവർ ആ പ്രിസണിലുള്ള കുറ്റവാളികളെ പ്രബോധനം ചെയ്യുകയും കൂട്ടമായി കരയുന്നവരായി ആ ജയിലാളികൾ മാറുകയും കൂട്ടത്തോടുകൂടി ജമാഅത്ത് നിസ്കരിക്കുന്നവരായി മാറുകയും കൂട്ടത്തോടുകൂടി മുസ്ലിമായി തീരുക ചെയ്യുന്ന
ചെയ്യുന്ന വളരെ അത്ഭുതകരമായ സന്ദർഭം പറഞ്ഞു തരികയാണ്. അങ്ങനെ ഈ കുറ്റവാളികൾക്കിടയിലെ ഒരു മനുഷ്യൻ ഒരു ദിവസം ആമിനെ വിളിച്ചു പറഞ്ഞു, ആമിന, ഞങ്ങളൊക്കെ ഇവിടേക്ക് വരാനൊരു കാരണമുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരാനൊരു കാരണമുണ്ട്. ആരാണ്? ഈ നാട്ടിലെ ഒരു മഹാ കുറ്റവാളിയായ ഈ ലഹരിയുടെ മാഫിയ സംഘത്തലവനായ ഒരു മനുഷ്യനുണ്ട്, ബെർണാഡോ. ആ ബെർണാഡോയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയത്. ബെർണാഡോയെ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ഈ പ്രദേശം ചിക്കാഗോയിലെ ഏരിയ മുഴുവനും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നന്മ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്ന് പറയാണ്. അങ്ങനെ ഈ ബെർണാഡോയുടെ അഡ്രസ്സും തെരഞ്ഞു പോവാ. ചുരുക്കുകയാണ്, വളരെ ചുരുക്കുകയാണ്. ബെർണാഡോയുടെ വലിയ കൊട്ടാരത്തിന് മുമ്പിൽ എത്തിയപ്പോ പാറാവുകാരൻ അവിടെ പിടിച്ചു വെക്കുന്നു, കടത്തിവിടാതെ. ഇവള് ഒറ്റ ആവശ്യമുള്ളൂ, എനിക്ക് ബെർണാഡോ ഒന്ന് സന്ദർശിച്ചാൽ മതി, കണ്ടാൽ മതി. എത്രയോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയിൽ ഇതെല്ലാം ക്യാമറയിലൂടെ അവിടെ നിന്ന് ബെർണാഡോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രേ എത്ര പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പോകുന്നില്ല, ഇവൾക്ക് ഒന്ന് കാണണം 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 തന്നെ. അങ്ങനെ അവസാനം നിർബന്ധിച്ചപ്പോ അവസാനം ബെർണാഡോ തന്നെ ഇറങ്ങി വന്ന് ഒരു സുമുഖനായ വളരെ നല്ല ഒരു വലിയ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് കടത്തിവിടാൻ പറയാണ്. കടത്തിവിടുമ്പോൾ പറയാണ്, എന്തിനാ വന്നത് ചോദിക്കും. പറയാണ്, എനിക്ക് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കണം, എനിക്ക് കുറച്ചു നേരം സംസാരിക്കണം. അങ്ങനെ അവസാനം പറയും, ഈ അവശതയുള്ള, സമ്മതിച്ചില്ല, അവശതയുള്ള അരക്ക് താഴെ തളർന്ന കറുത്ത വർഗക്കാരിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ മുമ്പിൽ വന്നിട്ട് കുറച്ചു നേരം സംസാരിക്കണം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് കേട്ടൂടെ എന്ന് വളരെ സങ്കടത്തോടുകൂടി കണ്ണിൽ നിറച്ച് പറയും. അവസാനം മനസ്സോടെ ബെർണാഡോ സമ്മതിക്കുന്നു. ഈ മാഫിയ സംഘത്തിന്റെ തലവനായ ബെർണാഡോ മനസ്സോടെ സമ്മതിക്കുന്നു. 10-20 മിനിറ്റ് അവരോട് സംസാരിക്കുന്നു. ആ സംസാരം ഉണ്ടല്ലോ പിന്നെ ആഴ്ചകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുകയും 10 മിനിറ്റുള്ള മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയും ബെർണാഡോ ഈ ആമിനയുടെ മുമ്പിൽ വെച്ച് കരയാണ്. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഖുർആന്റെ വചനങ്ങൾ കേട്ട് ഈ ഒരു ദൗത്യത്തെ കുറിച്ച് കേട്ടിട്ട് കരഞ്ഞ് ബെർണാഡോ അവിടെ വെച്ചിട്ട് കരഞ്ഞ് മുസ്ലിം ആവുകയാണ്. ആമിന അവരുടെ ഈ ആത്മകഥയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഈ ബെർണാഡോ മുസ്ലിമായി ഒരു ഭാഗത്ത് ആമിനയുടെ ചെറിയ ഫോട്ടോ, മറുഭാഗത്ത് ബെർണാഡോ കൊല്ലപ്പെട്ടു എന്നുള്ള പത്രത്തിൽ വന്നത്രേ. അടുത്ത ദിവസം തന്നെ അവര് പോലീസിനോടൊക്കെ പരസ്യമായി അവർ വിളിച്ചു പറയാണ്, ഈ ബെർണാഡോ ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇന്ന രീതികളൊക്കെയാണ്, ഇന്ന മയക്കുമരുന്ന് സങ്കേതങ്ങളൊക്കെയാണ്, ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ മാത്രമാണ് എന്ന് ഈ മനുഷ്യൻ പരസ്യമായി തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കൈവിലങ്ങ് സ്വീകരിച്ച് ജയിലിൽ എത്തുകയാണ്. ബെർണാഡോ എന്ന് മനുഷ്യൻ മുസ്ലിമായിട്ട് അടുത്ത ദിവസം തന്നെ വെടിയേറ്റ് മരിക്കുകയും പത്രത്തിൽ ആ ബെർണാഡോ കൊല്ലപ്പെട്ടുവെന്നും അപ്പുറത്ത് ആ ആമിനയുടെ ചെറിയ ഫോട്ടോ കൊടുത്തതായിട്ട് അവർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്നത് വലിയ ഒരു നാടിനെ തന്നെ എത്രയോ ആളുകളെ കുറ്റകൃത്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മാഫിയ സംഘത്തലവനായ ഒരു മനുഷ്യന്റെ മനസ്സിനെ പോലും മാറ്റാൻ ഒരു കൊച്ചു മനസ്സുകളെ കൊണ്ട് കഴിഞ്ഞു. അവൾ സ്വന്തമല്ല അല്ലെ, ഒരു മെഴുകുതിരിയെ പോലെ സ്വന്തം അങ്ങനെ ഒരു തീരല്ല, പക്ഷെ അതോടൊപ്പം ഒറ്റപ്പെടേണ്ടി വന്നു, പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. അവരുടെ ഈ അരക്ക് താഴെ തളർന്ന അവസ്ഥയിൽ പോലും അവർ എത്രയോ ഉന്നതിയിലെത്തി. നമ്മളൊക്കെ അല്ലെ എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം സഹായങ്ങളും പടച്ചവന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ട് എന്റെ ഒരു വാക്കുകളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു നന്മ കിട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ പഠന പ്രവർത്തനം അങ്ങനെ പോയിട്ടുണ്ടോ? എന്നിലൂടെ എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടോ? എന്നിലൂടെ എന്റെ പ്രവർത്തനത്തിലൂടെ എന്റെ കുടുംബത്തിന് അങ്ങനെ ഒരു ഇസ്ലാമിക ചുറ്റുവട്ടം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? എന്നിലൂടെ എന്റെ നാട്ടിൽ കുറച്ച് ഉമ്മമാരും കുറച്ച് സഹോദരങ്ങളൊക്കെ റമദാനിലൊക്കെ കൂടിയിരിക്കും, ആ കൂടിയിരിക്കൽ വലിയൊരു കൂടലാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്താൻ നമുക്കാവണം. അവർക്ക് താഴെ തളർന്ന് നാട്ടിലൊരു സ്വാധീനം അവർക്കുണ്ടായിരുന്നില്ല. കറുത്ത വർഗക്കാരിയായതിന്റെ പേരിൽ അവരെല്ലാ നിലക്കും പിന്നിലായിരുന്നു. അതിലപ്പുറം ശാരീരികമായി തളർന്ന അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് കിട്ടിയ സമയവും അവർക്ക് കിട്ടിയ ആരോഗ്യവും അവർക്ക് കിട്ടിയ അവസരവും അവർ ഉപയോഗപ്പെടുത്തി അല്ലെ. അപ്പൊ നമ്മൾ ഉമ്മമാർക്കൊക്കെ ഒരു വലിയ മാതൃകയാണ്. അങ്ങനെ മാറാൻ നമുക്കാവണം. നമുക്ക് ഞാൻ എങ്ങനെ ഒന്ന് ചുരുക്കുകയാണ്. എന്റെ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ, ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ. അവർക്ക് ഒരു കഥ പറയാണ് ഞാൻ എന്റെ ഇടയിലൂടെ. ഒരു ഉമ്മയും ഈ പ്രായത്തിലൊക്കെ ഒരു മോളും ഉപ്പയും മോളും ടെറസിന്റെ മോളിൽ നിന്ന് പട്ടം പറത്തിക്കുകയാണ്. ടെറസിന്റെ മോളിങ്ങനെ പട്ടം പറത്തിക്കുന്ന മോളിങ്ങനെ ഉപ്പന്റെ കയ്യിലാണ് എന്ത് പട്ടത്തിന്റെ വള്ളിയുള്ളത്, നൂലുള്ളത്. അങ്ങനെ പറന്നു തുടങ്ങിയപ്പോ തന്നെ ഈ നമ്മളെ പെൺകുട്ടികളെ പോലെ തന്നെ പട്ടം പറത്താനൊന്നും അങ്ങനെ പോവാറില്ല, ആൺകുട്ടികളാണ് പോവല്. അപ്പൊ ഈ പെൺകുട്ടി ഭയങ്കര സന്തോഷം ഈ പട്ടം പറത്തൽ കണ്ടിട്ട്. ഈ പെൺകുട്ടി ഇങ്ങനെ ചാടുകയാണ് ടെറസിന്റെ മുകളിൽ. ഉപ്പയുടെ ഈ പട്ടത്തിന്റെ പറക്കൽ കണ്ടത് നല്ല മനോഹരമായിട്ടാണ് ഉപ്പ തയ്യാറാക്കിയത്, പല കളറിലൊക്കെ ചിറകുകളൊക്കെ. അതിങ്ങനെ കണ്ടിട്ട് ഈ പെൺകുട്ടിയുടെ ആവേശം. അങ്ങനെ ഉപ്പാനോട് പറയുന്നു, ഉപ്പ അത്ര നൂലൊന്നും പോരാ, ഇനിയും നൂല് വേണം,
എന്നാൽ ഇനിയും പൊന്തട്ടെ. അങ്ങനെ താഴെ പോയി നൂലെടുത്ത് വരാൻ പറയാം. ഓടിപ്പോയി താഴെ ഉമ്മാന്റെ അടുത്ത് നിന്ന് അവിടെ കൊണ്ടുപോയി വെച്ച റീൽ നൂലൊക്കെ എടുത്ത് കെട്ടി വീണ്ടും മേലോട്ട് വിടുക. അവരെ കയ്യിൽ കിട്ടാവുന്ന നൂലൊക്കെ പൊന്തിച്ച് അവരെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. പട്ടം അങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടി ചാടി സന്തോഷിക്കണം. എന്തൊരു രസമാണ്, എന്തൊരു ഭംഗിയാണ്. അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഉപ്പാനോട് ഈ പെൺകുട്ടി പറയാം, ഉപ്പാ ഇനി എന്തിനാ നമ്മൾ ഈ കയറുമൽ ഇങ്ങനെ പിടിച്ചു വെച്ചത്? അത് പിടിച്ചു വെച്ചാൽ അതിന് മേലോട്ട് ഇനി പാറാൻ കഴിയില്ലല്ലോ. അതിനെ കുടുങ്ങി കിടക്കല്ലേ. അതുകൊണ്ട് ഉപ്പ അത് പൊട്ടിച്ചു വിട്, അത് പാറട്ടെ, ആരുടെയും തടസ്സമില്ലാതെ സ്വതന്ത്രമായിട്ട് അത് ആകാശത്തിലേക്ക് പാറട്ടെ ഉപ്പ. ഉപ്പ പറയുന്നത് വേണ്ട മോൾ, അത് അങ്ങനെ പാറാൻ കഴിയില്ല, കയറ് വിട്ടാ പിന്നെ എല്ലാം കഴിഞ്ഞു പോയി. അല്ല ഉപ്പ, ഇത്രയും നേരം ചെറിയൊരു കയറുമലല്ലേ, ഇനി സ്വന്തം പാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് അത് പൊട്ടിക്കണം. അവസാനം മനസ്സോടെ ഉപ്പ അവൾക്ക് വേണ്ടി അത് പൊട്ടിക്കുകയാണ്. പിന്നെ അങ്ങനെ കണ്ണെത്താ ദൂരത്തുന്ന പട്ടം എങ്ങോട്ടോ മറഞ്ഞുപോയി. അന്ന് വൈകുന്നേരം ഉപ്പയുടെ കൈ പിടിച്ച മോള് കടയിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങാടിയുടെ ചാലിങ്ങനെ വന്നു ചേരുന്ന ഒരു കുഴിയിൽ, ഒരു വയലോട് അടുപ്പിച്ചൊരു ആ ചളിക്കുഴിയിൽ അവള് വളരെ സന്തോഷത്തോടുകൂടി വളരെ സ്നേഹിച്ച് കൊണ്ടു നടന്ന ഈ പട്ടം ആ ചളിയിൽ നടക്കുന്നുണ്ട്. ആളുകൾ അതിലെ പോകുമ്പോൾ തന്നെ മൂക്ക് പൊത്തുന്ന അങ്ങാടിയുടെ എല്ലാ മാലിന്യം വന്നു ചേരുന്ന ഈ ചളിയിൽ വന്നത് കണ്ടിട്ട് അവൾക്ക് സങ്കടം സഹിക്കാതെ ഉപ്പാനോട് പറഞ്ഞു, എന്താ ഉപ്പ, എന്ത് പറ്റിയ പട്ടത്തിന്, നമ്മൾ അങ്ങനെ പറപ്പിച്ചിട്ടതല്ലേ. അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുക്കാം മോളോട്, മോളെ ഞാൻ എന്നോട് അപ്പോഴും പറഞ്ഞില്ലേ, ആ കയറ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മേലോട്ടല്ല പോകുന്നത്, താഴോട്ടാണ്. ഈ കയറെന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ്, അതൊരു പ്രയാസമായിട്ടായിരിക്കും, പക്ഷെ അത് പ്രയാസമല്ല. അതാണ് അതിന്റെ വഴി കാണിക്കുക. അതിനെ നിലനിർത്താൻ, അതിന്റെ ഉച്ചയിൽ അതിന്റെ സ്ഥാനം നിലനിർത്തുന്നത് ആ പിടിവള്ളിയാണ്. അത് പൊട്ടിക്കാൻ പാടില്ല അല്ലെ. വലിയൊരു കഥയാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. ആ കയറ്, നമുക്കും പല കയറുകളുണ്ട്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. നമ്മുടെ ഉമ്മക്ക് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്, ഇന്നത് ചെയ്യണം, ഇന്ന രൂപത്തില് വസ്ത്രമണിയണം, ഇന്നത് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. ഇതിനപ്പുറം ഇതൊക്കെ പൊട്ടിച്ച് നമ്മൾ അപ്പുറം കടന്നാൽ അവന്റെ സ്ഥാനം പിന്നെ സമൂഹത്തിലും അള്ളാന്റെ അടുക്കലും പിന്നെ മുകളിലോട്ടല്ല, പിന്നെ എങ്ങോട്ടാണ്? മനുഷ്യന് പോലും ആഗ്രഹിക്കാത്ത ചളിക്കുഴിയിലേക്ക് അവൻ അധപ്പതിച്ചു പോകും. പലപ്പോഴും ഉപ്പയും ഉമ്മയും ഉസ്താദുമാരും ഒക്കെ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് പ്രയാസമാണ്, നമുക്ക് കേൾക്കാൻ പ്രശ്നമാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങളാണ് നമ്മളാക്കി തീർക്കുന്നത്. എന്നെ ഇങ്ങനെയാക്കി തീർക്കുന്നത് എന്താ? പല ശത്രുക്കളായ ആളുകളും ഇസ്ലാമിനെ ശത്രുത എന്നോണം പറയാറുണ്ട്. മുസ്ലിങ്ങൾ ആകെ കെട്ടിക്കൊടുക്കില്ല, അവർക്ക് ഇന്ന രൂപത്തിൽ വസ്ത്രമണിയണം, ഇന്നത് പറയാൻ പറ്റൂല, ഇന്നത് തിന്നാൻ പറ്റൂല, ഇന്നത് കുടിക്കാൻ പറ്റൂല, വല്ലാത്ത കെട്ടിക്കൊടുക്കലാണെന്ന് പറയാറുണ്ട്. പക്ഷെ അല്ല, ആ അള്ളാന്റെ നിർദ്ദേശം കൊണ്ടാണ് നമ്മളായത്. നമ്മൾ അഭിമാനിക്കാനുള്ള വക അങ്ങനെയാണ്. ഇങ്ങനെ നോക്ക് നിങ്ങൾ, ഈ ഒരു മനുഷ്യൻ മുസ്ലിമായി തീരുന്നത് പ്രധാനമായി രണ്ട് കാര്യം കൊണ്ടാണല്ലോ. ഒന്ന് ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം, രണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും. ഈ രണ്ടെണ്ണം നമ്മളൊക്കെ എടുത്തു നോക്കുക. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ആധാരം ഖുർആനാണ്. അപ്പോ ഈ ഖുർആനെ നെഞ്ചേറ്റന്റെ ആളുകൾ, ഖുർആൻ ഓതേണ്ടവരാരാ? സമൂഹത്തിലെ മുസ്ലിങ്ങളായ നമ്മളാണ്. കാരണം നമുക്കുള്ളതാണ്, നമുക്കറിയാം. നമ്മളെ ജീവിതത്തിന്റെ വഴി കാണിക്കുന്ന ഖുർആനാണെന്ന് നമുക്കറിയാം. നമ്മൾ അതാ നോക്കാറുള്ളൂ. നമ്മൾ നോക്കുന്ന രണ്ട് സാധനം അതാണ്, ഖുർആനും സുന്നത്തും. ഈ ഖുർആൻ ആണ് മുസ്ലിങ്ങളായ നമ്മളാണ് ഓതേണ്ടത്. ഈ ഖുർആൻ മുസ്ലിങ്ങളായ നമ്മളാണ് കാണാതെ പഠിക്കേണ്ടത്. അതിന്റെ അർത്ഥമറിഞ്ഞ ആശയത്തോടു കൂടി പഠിക്കേണ്ടവരാരാ? ശരിക്കും സമൂഹത്തിൽ ആരാണ്? നമ്മളാണ്. ആ ഖുർആനുമായിട്ടുള്ള അകലം, അതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അതിന് സാമൂഹിക പ്രശ്നങ്ങളുടെ പ്രധാന ഹേതു അത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്ര ആളുകളുണ്ടോ? ഒരു 10-300 ആളുകളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു 10-200 ആളുകൾ കൂട്ടിക്കൊള്ളി നിങ്ങൾ. ഒക്കെ 100-200 ആളുകൾ. ഈ 200 ആളുകൾ ഒരു 5-6 ഗ്രൂപ്പുകളായി, അല്ലെങ്കിൽ ഒരു 10 ഗ്രൂപ്പുകളായി നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? നമ്മളെ വീട്ടിലടുത്തേക്ക് പോവാണ്. നമ്മളെ വീടിന് ചുറ്റുമുള്ള ഒരു 500 വീടുകൾ നമ്മൾ കയറുകയാണ്. 10 ഗ്രൂപ്പുകളായി നമ്മളൊരു 500 വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ഫോം ഉണ്ട്. ആ ഫോമിൽ ആളുകളുടെ എണ്ണം, എത്ര അംഗങ്ങളുണ്ട്, ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അതിൽ ഡോക്ടർമാര്, വിദ്യാർത്ഥികൾ, പഠിക്കുന്നവര്, ഡിഗ്രി കഴിഞ്ഞവര്, സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ അങ്ങനെ വരുന്നു അല്ലെ. പല സർവേ നടക്കാറുണ്ടല്ലോ, എത്ര പശുവുണ്ട്, എത്ര, അങ്ങനെ ചോദിച്ചു. അതുപോലെ നമ്മൾ സർവേ നടത്തുന്നു. അംഗങ്ങളുടെ എണ്ണം, അതുപോലെ ഇവിടെയുള്ള ഖുർആന്റെ എണ്ണം ഒക്കെ ലിസ്റ്റ് എടുത്ത് ചോദിക്കുന്നു. ഈ കൂട്ടത്തിൽ 500 വീടുകൾ കൂടി നമുക്ക് അതിന് സംക്ഷിപ്ത രൂപമായിട്ട് നമുക്ക് അന്ന് രാത്രിയോ അല്ലെങ്കിൽ ആ സർവേ കഴിഞ്ഞ് കൂടിച്ചേരണമെന്ന് കൂട്ടിക്കോളൂ. കൂടിച്ചേർന്ന് നമുക്ക് കാണാനുള്ളതെന്താ? ഈ 500 വീടുകളിൽ നിന്ന് എത്ര വീടുകളിൽ എത്ര ആളുകൾ
10 സൂറത്തെങ്കിലും അർത്ഥസഹിതം ദിനേന ഓതുന്ന, ദിനേന പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇഖ്ലാസും അല്ലേ, ചെറിയ ചെറിയ സൂറത്തുൽ നാസും ഫലക്കും തുടങ്ങി ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ 10 സൂറത്തുകളെങ്കിലും അർത്ഥസഹിതം അറിയുന്ന എത്ര വീടുകളുണ്ട്, എത്ര വീടുകൾ, എത്ര അംഗങ്ങളുണ്ട് എന്നൊരു ചെറിയ പഠനം നടത്തിയാൽ എത്ര ആളുകൾ ഉണ്ടാവും? ഒരു ഏകദേശം 500 കുടുംബം, 500 വീടുകളിൽ കയറിയാൽ എത്ര ആളുകൾ ഉണ്ടാവും? അങ്ങനെ 100 ആളുണ്ടാവും. 500 വീടുകളിൽ കയറി, ഓരോ വീട്ടിലും 5 അംഗങ്ങളുണ്ട്. 500 വീടുകളിൽ കയറി വന്ന് എത്ര ആളുകൾ ഉണ്ടാവും? നമ്മളെ കണക്കൂട്ടല്ലേ, നമുക്ക് ഇങ്ങനെ കാണാമല്ലോ, നമ്മളെ അയൽവാസികളൊക്കെ കണ്ടാൽ 50 ആളുകളുണ്ടാവും. 10 സൂറത്ത് പഠിച്ച് 25-ൽ താഴെയായിരിക്കും അതിന്റെ ശതമാന നിരക്ക്. ഏകദേശം ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ആശയത്തെ അറിയുന്നവരായിട്ട്, 10 സൂറത്തുകളുടെ ആശയം അറിയുന്നവരായിട്ടുള്ള ആളുകൾ 500 വീടുകൾ കയറി ഇറങ്ങിയാൽ ഉണ്ടാവുക 25-ൽ താഴെയായിരിക്കും. ചില ക്ലാസ്സിലൊക്കെ ചെന്നിട്ട് ഞാൻ ഉമ്മമാരോട് എന്ത് ചെയ്യും, അവിടെ തന്നെയാണ് ചോദിക്കും, 10 സൂറത്തുകൾ അർത്ഥം അറിയുന്നവർക്ക് ഒന്ന് കൈവന്തിക്കാൻ വേണ്ടി പറയും. അത് മൈക്കൊക്കെ എടുത്ത് ആരും കേൾക്കാതെ പറയാം. അപ്പൊ ഒരു 3-4 ആൾക്കാർ കൈവന്തിക്കും. ഈ 50-100 ഒക്കെ ആളുകൾ കൊടുത്ത് 3-4 ആളുകൾ, ഏതെങ്കിലും മദ്രസയിലെ ടീച്ചർമാരോ അല്ലെങ്കിൽ അൽഫിത്രയിലെ ടീച്ചർമാരോ അങ്ങനത്തെ ആരെങ്കിലും, നമ്മളെ ടിക്യുലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ടാവും, ബാക്കി ആരും ഉണ്ടാവില്ല. അപ്പൊ ഒരു 10 സൂറത്തുകളുടെ പോലും അർത്ഥം പഠിക്കാതിരുന്ന പിന്നെ എന്ത് അല്ലേ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഏതാ സൂറത്ത്? വളരെ സുപ്രധാനമായ ആയത്താണ്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വചനം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. നമ്മളെ ചെവിയിൽ ഇങ്ങനെ വരണോ ആയത്ത്? എന്താ? ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി കാണിക്കാനുള്ളത് ഈ ഖുർആന. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. അവിടെ പ്രയോഗിച്ച പദം അഖ്വം എന്നാണ്. ഏറ്റവും ചൊവ്വായതിലേക്ക്. അപ്പൊ മറ്റൊന്നില്ല നമ്മളെ വഴി നടത്താൻ, ഖുർആനിനോളം മറ്റൊന്നില്ല. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ജീവിതവും മരണവും എനിക്ക് നൽകിയത് എങ്ങനെ പരീക്ഷിക്കാനാണ് എന്നെ? നല്ല പ്രവർത്തനം ചെയ്യുന്നവനെ നോക്കാനല്ല, പിന്നെ ഏറ്റവും നല്ലത് അഹ്സനു അമൽ ചെയ്യുന്നവനെ നോക്കാനാണ്. അഹ്സനു അമൽ ഏതാ? അത് നമുക്ക് കിട്ടുക അഖ്വമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴേ നമുക്ക് അഹ്സനു അമൽ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ചൊവ്വായതിലേക്ക് എന്നല്ല പറഞ്ഞത്, നല്ലതിലേക്ക് എന്നല്ല പറഞ്ഞത്, പിന്നെ അഖ്വം, അങ്ങേയറ്റം ഏറ്റവും ചൊവ്വായതിലേക്ക്. ഖുർആന്റെ പരിഭാഷകൾ മൊബൈലൊക്കെ ഉണ്ടാവും, അതിനർത്ഥം അങ്ങനെയാണ്. അഖ്വം എന്ന് പറഞ്ഞാൽ കബീർ എന്ന് പറഞ്ഞാൽ വലുതാണ്, അക്ബറോ ഏറ്റവും വലുതാണ്. അഖ്വമായി ആ ഒരു അഖ്വമിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേ പറ്റും. അങ്ങനെയുള്ള നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ, ഒരു 10 സൂറത്തെങ്കിലും തനിക്ക് ലഭിച്ച ഇത്രയും ആയുസ്സിനിടക്ക് ദിനേന അരമണിക്കൂറോളം പത്രത്തിന് മുമ്പിൽ ഇരിക്കുന്ന, മണിക്കൂറുകളോളം രാത്രി ഉറങ്ങുന്നത് വരെ വാട്സപ്പിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സമയം ചെലവഴിക്കുന്ന, അങ്ങാടിയിലും അടുക്കളയിലും ഒക്കെ സമയം ചെലവഴിക്കുന്ന എനിക്ക് ഇത്രയും ആയുസ്സിനിടക്ക് ഒരു 10 സൂറത്തെങ്കിലും ആ ഒരു അർത്ഥത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം എന്നുള്ള ആ ഒരു ഖുർആന്റെ വചനത്തോട് തന്നെ നമ്മൾ വിരുദ്ധമായ നിലപാടാവും സ്വീകരിച്ചത്. നമുക്ക് അങ്ങനെ അഖ്വമായിട്ട് ഖുർആൻ വന്നിട്ടില്ല, നമുക്ക് അങ്ങനെ അഖ്വമായിട്ടുള്ള ഒരു രീതി വന്നിട്ടില്ല. അങ്ങനെ വരാത്തോണ്ട് പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ പിഴവാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പിഴവിലാണ്, ഓർമ്മയില്ലാതാണ്, അശ്രദ്ധമായിട്ടാണ്. അങ്ങനെ അശ്രദ്ധയും അലസതയും കടന്നുകൂടിയ ഒരു സമൂഹമായിട്ട് അങ്ങനെ നമ്മുടെ സമൂഹം കടന്നു പോകുമ്പോ നമ്മളൊരു സംഘം ആളുകൾ അല്ലേ, നമ്മളൊരു സംഘം ആളുകൾ അതിലെ വിഭാഗീയതയിൽ വളരെ സന്തോഷമാണ്. ഇന്ന് വിഭാഗീയതയും, ഇന്ന് പരസ്പര സംഘർഷവും സംഘടനയും പലതരത്തിലുള്ള പ്രശ്നങ്ങളും, അത് പലതരത്തിലുള്ള സലാം പറയാൻ പോലും മടിക്കുന്ന സാഹചര്യത്തിൽ വളരെ സന്തോഷമാണ്. മുജാഹിദ് എന്നില്ല, സുന്നി എന്നില്ല, ജമാഅത്ത് എന്നില്ല, എല്ലാവരും കൂടി ഒരൊറ്റ കുടുംബമായി ഒത്തുചേർന്നിരിക്കുകയാണ്. ഇതിലും വലിയൊരു ഒത്തുചേരൽ മറ്റെന്താണ് അല്ലേ? ഇതിലും വലിയൊരു ഒത്തുചേരൽ മറ്റെന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹ് പല സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അല്ലാഹ് പല സന്ദർഭത്തിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. എപ്പോഴൊക്കെ? ദിവസവും 5 നേരം
വീട്ടിൽ നിസ്കരിക്കാനല്ല, തൊട്ടടുത്ത പള്ളിയിൽ. എന്തിനാ പോണത്? അതിന് ചില നേട്ടങ്ങളുണ്ട്. തൊട്ടടുത്തൊരു ചെറിയ ശ്രാമ്പിയാവും, അവിടെ ജുമുഅ നടക്കാറില്ല, അവിടേക്ക് 5 നേരവും എന്നെ ഒരുമിച്ച് കൂട്ടുന്നു. എല്ലാവരും അവിടെ വരുന്നുണ്ട്, എല്ലാ വിഭാഗക്കാരും അവിടെ വരുന്നുണ്ട്, എല്ലാവരും വന്ന് നിസ്കരിക്കുന്നു. ദിവസവും 5 നേരം അവിടെ. ആഴ്ചയിൽ ഒരു ദിവസം മഹലിൽ എല്ലാവരും കൂടി ജുമുഅക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നു. എല്ലാവരും ആ ജുമയിൽ ഒരുമിച്ച് കൂടുന്നു, അവിടെ എല്ലാവരും എത്തുന്നു. വർഷത്തിൽ ഒരു തവണ ഈദുൽ ഫിത്റിനും ഈദുൽ അദ്ഹയ്ക്കും എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും ഒന്നാണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ഒന്നാണ്. നമുക്ക് ചെയ്യാനുള്ള വഴി ഒന്നാണ്. നമുക്ക് പാരായണം ചെയ്യാനുള്ള ഖുർആൻ 2 അല്ല, ഒന്നാണ്. നമ്മുടെ അല്ലാഹ് അത് ഒന്നാണ്. നമ്മുടെ വഴിയും എല്ലാം പ്രവാചകനും ഒന്നാണ്. നമുക്ക് ചെന്ന് ചേരാനുള്ള സ്വർഗം കുറയില്ല, ഒന്നാണ്. പിന്നെ നമ്മൾ പരസ്പരം തർക്കിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ചെന്ന് ചേരാനുള്ള, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അല്ലാഹ് ഒന്ന്, നമുക്ക് ചെന്ന് ചേരാനുള്ള ഇടമൊന്ന്, നമുക്ക് ചെയ്യാനുള്ള പണി ഒന്നാണ്. അങ്ങനെ പണിയാവുമ്പോൾ ഈ ഒരു ഒരുമിച്ച് ചേരലും ഖുർആനിന് വേണ്ടി ഒരുമിച്ച് ചേർന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്നവരാണ്. ഇനി അങ്ങോട്ട് നമുക്കറിയാലോ, ഉസ്താദ് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹ് കൊടുക്കുന്ന ദർജയും അള്ളാഹ് അവർക്ക് അണിയിക്കുന്ന അവരുടെ സ്വർണ്ണ കിരീടവും, സൂര്യനെ പോൽ പ്രഭയുള്ള സ്വർണ്ണ കിരീടത്തെ കുറിച്ചും, അതുപോലെ ആ മാതാപിതാക്കളെ ഹുല്ലത്താനി, സ്വർഗത്തിലെ 2 പട്ടു വസ്ത്രങ്ങൾ, അവരെ ഇണകളാക്കി, അവരെ മാതാപിതാക്കളെ പുതുമാരന്മാരാക്കി അള്ളാഹിന്റെ സ്വർഗത്തിൽ ആദരിക്കുന്നതും ഒക്കെ അതിലപ്പുറമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോ എല്ലാ അർത്ഥത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ വഴിയാണ്. നമുക്കത് അങ്ങനെ ഒപ്പിയെടുക്കാൻ നമുക്കാവണം, അത് സ്വീകരിക്കാൻ നമുക്കാവണം. അതിലപ്പുറം അത് സ്വീകരിക്കാത്ത ഒരു ചെവിയിലൂടെ കേട്ട് അല്ലെങ്കിൽ ആ രൂപത്തിലാണെങ്കിൽ അതിന് ഫലത്തെത്തൂല. അതല്ലാത്ത പഠനങ്ങളും പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാനാവണം. അങ്ങനെ ആവുമ്പോഴേ നമ്മൾ നല്ല നമസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ഹജ്ജിനും ഉംറക്കൊക്കെ പോയവരൊക്കെ ഇവിടെ ഉണ്ടാവും. അവര് ഫ്ലൈറ്റിലെത്തുന്നതിന്, അതായത് മീഖാത്തിൽ എത്തുന്നതിന് മുമ്പേ അവർക്ക് നിർദ്ദേശം കിട്ടുക മീഖാത്തെത്താനായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിക്കണം. ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ തന്നെ വസ്ത്രം അണിഞ്ഞിട്ടാ പോകും. എന്തുകൊണ്ട്? അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇഹ്റാമിൽ പ്രവേശിക്കല്. അത് ഇഹ്റാമിൽ ഫ്ലൈറ്റിൽ നിന്നായാൽ പോലും അങ്ങനെ, അല്ലെങ്കിൽ മീഖാത്ത് വഴി പോകും, അത് വളരെ നിർബന്ധമാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നഖമെടുക്കാൻ പാടില്ല, മുടിയെടുക്കാൻ പാടില്ല, പിന്നെ ഇന്ന രീതികളൊക്കെ പല നിർദ്ദേശങ്ങളാണ്. യുദ്ധം ചെയ്യാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, അങ്ങനെ പല നിർദ്ദേശങ്ങളാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. അപ്പോഴേ എന്താവുള്ളൂ? അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കബൂലാവുകയുള്ളൂ. അങ്ങനെ നോക്കൂ നിങ്ങൾ, അങ്ങനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിപ്പിച്ചതുപോലെ നമസ്കാരത്തിലും ഒരു ഇഹ്റാമുണ്ട്, ഇല്ലേ? നിസ്കാരത്തിലും ഒരു ഇഹ്റാമുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം. പക്ഷെ നമ്മൾ അതൊന്നും വില കൊടുക്കാറില്ല. എന്തുകൊണ്ടാ? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മളൊരു നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നവരായി മാറി. പക്ഷെ ശരിക്കും എന്താ? അവിടെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു തക്ബീറത്തുൽ ഇഹ്റാമുണ്ട്. ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ എത്തിയോടുകൂടി ഞാനും ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ സലാം വീട്ടുന്നത് വരെ ഞാൻ പിന്നെ ഇഹ്റാമിലാണ്. അപ്പൊ ഇഹ്റാമിൽ എനിക്ക് പലതും നിഷിദ്ധമാണ്, പലതും എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അതൊന്നും നോക്കാത്ത നമസ്കാരക്കാരായി മാറി. പടച്ചറബ് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ശപിക്കപ്പെട്ട മുസല്ലീൻ എന്ന് പറയുന്ന നമസ്കാരക്കാരായൊക്കെ മാറിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്തരത്തിലുള്ള ഖുർആനിന്റെ പിന്നോട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ അതോടൊപ്പം നമ്മളുടെ പ്രവർത്തനങ്ങളാണ്, നമ്മളുടെ ഈ ഖുർആനുമായുള്ള ബന്ധമാണ് ഈ ലോകത്തും പരലോകത്തും വലിയ ഉന്നതിയിലേക്ക് എത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഉസ്താദും ചർച്ചയും സംസാരവും ഒക്കെ വരാനുണ്ട്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വലിയ സംഘങ്ങൾ വിളിച്ചിട്ട് പ്രബോധനം നടത്തുന്നതിനേക്കാൾ പ്രവാചകൻ ചെയ്തിട്ടുള്ളത്, സഹാബത്ത് ചെയ്തിട്ടുള്ളത്, അവരെ സ്വയം മുസ്ലിമായി ജീവിച്ചു എന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് മാതൃകയായി എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാനുള്ളതും അത് തന്നെയാണ്, അല്ലേ? മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷിലെ വിശുദ്ധ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷിലെ പിക്താൾ എന്ന് പറയുന്ന പിക്താളിന്റെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ആശ്ലേഷണം വളരെ ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിക്താൾ എന്ന് പറയുന്ന ആ മനുഷ്യന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പിക്താൾ പറയുന്നു, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അദ്ദേഹത്തിന് ഒരു ദിവസം, തന്റെ ജീവിതത്തിനിടയിൽ ഒരു ദിവസം ഒരു യുവാവായ മനുഷ്യനോട് ഒരു വൃദ്ധനായ മനുഷ്യൻ വല്ലാണ്ട് കയർത്ത് ദേഷ്യം പിടിച്ച് ചീത്ത വിളിക്കാണ്. അങ്ങാടിയിൽ വെച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചീത്ത വിളിക്കണം. സഈദ് ദ ഫിഷർമാൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പിക്താളിന്റെ
അറിയപ്പെട്ട നോവലുണ്ട്. ആ നോവലിൽ അതിന് ആമുഖത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഈ ആത്മകഥ. ആ ആത്മകഥയിൽ പറയുന്ന ഭാഗമാണ്. അങ്ങനെ പിക്താളിന്റെ മുമ്പിൽ വെച്ചിട്ട് യുവാവിനെ ചീത്ത വിളിക്കുന്നതിനെ കാണുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ ചീത്ത വിളിച്ച് വല്ലാണ്ട് ആക്ഷേപിച്ചിട്ട് ആ വൃദ്ധനായ മനുഷ്യൻ പിന്തിരിഞ്ഞു പോകാൻ ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പിക്താള് ഈ യുവാവിന്റെ അടുത്ത് ചോദിച്ചത്ര, എന്തിനാ നിന്നെ ഇത്ര ആക്ഷേപിച്ചിട്ടുള്ളത്? ഇങ്ങനെ ആക്ഷേപിച്ച് ദേഷ്യം പിടിച്ച് നിന്നെ ചീത്ത പറഞ്ഞപ്പോ നിനക്കൊരു അടി കൊടുക്കാമായിരുന്നില്ലേ? ആ വൃദ്ധനായ മനുഷ്യൻ അത്രമാത്രം ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ, നീ എന്നിട്ട് എന്റെ തലയും താത്തി നിന്നേ ചോദിച്ചപ്പോ ആ യുവാവ് പറഞ്ഞു, അന്ന മുസ്ലിം, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തിരിച്ച് അടിക്കുക പോയിട്ട് ഒന്ന് ചീത്ത വിളിക്കുക പോലും ചെയ്യൂല. കാരണം എന്താണെന്നറിയോ? ഞാൻ അദ്ദേഹത്തിന് കുറച്ച് പണം കൊടുക്കാനുണ്ട്, അത് കൊടുക്കേണ്ട സമയം തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിന് അർഹനാണ്. ഞാൻ എങ്ങാനും അദ്ദേഹത്തെ തിരിച്ചാക്ഷേപിക്കുകയോ എന്റെ മുഖം കോട്ടുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഞാൻ രണ്ടിടത്ത് ശിക്ഷയ്ക്ക് വിധേയനാണ്. ഒന്ന് ഇവിടെ തന്നെ ഞാൻ ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്, തെറ്റുകാരനാണ്. അതുപോലെ നാളെ ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ ശിക്ഷക്കാൻ ഉടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തലതാറ്റി നിന്നതെന്ന് ആ മനുഷ്യൻ പറയാണ്. അതോടുകൂടി പിക്താൾ ആകെ ധരിച്ചു പോവുകയാണ്. ഇങ്ങനത്തെ മനുഷ്യരോ, ഇങ്ങനത്തെ ഒരു യുവാവോ, ഇങ്ങനത്തെ വിശ്വാസമോ, ഇങ്ങനത്തെ ഒരു പരലോകമോ? അങ്ങനെ പിക്താൾ അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ലോകത്ത് ഇന്ന് ഏറ്റവും തോനെ വിറ്റഴിക്കപ്പെട്ട ഇംഗ്ലീഷിലെ ഖുർആൻ പരിഭാഷ ഈ പിക്താൾ എന്ന് പറയുന്ന മനുഷ്യന്റെ ഇന്ന് വിറ്റഴിക്കപ്പെട്ട, അങ്ങനെ പരിഭാഷയുടെ ഉപജ്ഞാതാവായി അതിലൂടെ അറിയപ്പെട്ട ആളായി മാറി. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രൂപത്തിൽ വിളിച്ചു പറഞ്ഞിട്ടല്ല, നമ്മളെ നിരീക്ഷിക്കുമ്പോൾ നമ്മളെ പരസ്യ രഹസ്യം, നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ജീവിതം കണ്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരണം. അതാണ് ഇന്നത്തെ പ്രബോധന രീതിയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വഴി. നമുക്ക് ചെയ്യാനുള്ളതും അത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആമിന എന്ന് പറയുന്ന ആ മഹാവ്യക്തി, അവരൊക്കെ ചെയ്തു പോയിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അതിലപ്പുറമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നതാണ് നമ്മളെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല വിശ്വാസിയായി നമ്മൾ ഓരോരുത്തരും മാറുക. അങ്ങനെ അതിനെ നമ്മളെ മക്കളെയും ഒക്കെ ആ രൂപത്തിലേക്ക് മാറ്റുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കുറെ കൂടുതൽ നേരം സംസാരിക്കുകയല്ല, അതിലപ്പുറം ഇനിയും നമുക്ക് പലതും അതിനിടയിൽ വരാനുണ്ട്. ഞാനൊരു 11 മണിക്ക് ശേഷം കുറച്ചു നേരം ഇങ്ങനെ പ്രൊജക്ടറും സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറം നമ്മൾ ഈ കാണുന്നവരുള്ള കുറെ കാര്യങ്ങൾ അതിലപ്പുറം നടക്കാനുണ്ടല്ലോ. അപ്പൊ ആ ഒരു രൂപത്തിൽ ഖുർആനിനെ ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചതുപോലെ, ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മഴയായി, ഒരു അക്വമായിട്ട്, ഒരു ചൊവ്വായ വഴി കാണിക്കുന്ന ഒരു രേഖയായിട്ട് നമ്മളെ മുമ്പിൽ വരണം. അതിനെ ആ രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാനാവണം. അങ്ങനെ പഠിച്ച് നേരത്തെ പറഞ്ഞ എല്ലാവർക്കും മാതൃകയുള്ളവരായി മാറണം. നമ്മളെ മക്കളൊക്കെ ആ ഒരു തണലിലേക്ക് വരണം. അങ്ങനെ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹ വൃക്ഷം പോലെയായി തീരണം. എല്ലാവർക്കും തണൽ വിരിച്ചു കൊടുക്കുന്ന, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവർക്കും നന്മയാകുന്ന ഒരു വ്യക്തിയായി കശജറത്തിൻ ത്വയ്യിബ എന്ന രൂപത്തിൽ നമ്മൾ മാറിയാൽ ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശീർവാദത്തോടു കൂടി മുബാറക്കായ കൈകളിലൂടെ ലഭിക്കുന്ന ഹൗദുൽ കൗസറോട് കൂടി കുടുംബസമേതം നമുക്ക് സ്വർഗ്ഗത്തിലും ഒരുമിച്ച് ചേരാനാവും. അതിൽ വരുന്ന പ്രയാസങ്ങളും ഒക്കെ നമുക്ക് സ്വയം മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനാവുന്നു എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എങ്ങനെ ഖുർആൻ പഠിക്കുന്നു എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിനൊക്കെ കാരണം നമ്മുടെ മനസ്സാണ്. എനിക്ക് കഴിയും, എന്റെ റബ്ബ് എന്നെ സഹായിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖുർആൻ പഠിക്കാൻ ഇരിക്കുമ്പോ അപ്പൊ നമ്മൾ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കപ്പെടച്ചോ, എന്നെ സഹായിക്കണം, എന്റെ മനസ്സിൽ ഉറപ്പിച്ചു തരണം, എനിക്കിതിൽ തുടർന്നു പോകാനുള്ള അവസരം നൽകണം. എന്നിട്ട് നമ്മൾ ഓതി തുടങ്ങുക. അങ്ങനെയൊക്കെ അള്ളാഹിന്റെ സഹായത്തോടു കൂടി അള്ളാഹുവിലേക്ക് അടുത്ത് നമ്മൾ ചെന്നാൽ തീർച്ചയായിട്ടും എല്ലാവരെക്കാളും ഉന്നതിയിൽ നമ്മൾ ഓരോരുത്തരും എത്തും. നമ്മുടെ കുടുംബം എത്തും. നമ്മളിലൂടെ പലരും അതിലൊക്കെ കടന്നു വരും. നമ്മളിലൂടെ ഒരു മനസ്സ് കടന്നു വന്നാൽ അത് മതി. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമല് നമ്മുടെ ചെയ്തിയിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഒരാൾ ഈ വഴിയിലേക്ക് കണ്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അവസാനിപ്പിക്കുന്നു. സർവശക്തൻ ഈ ഒരു ടീക്യു എന്ന് പറയുന്ന തഹ്ഫീദുൽ ഖുർആനിനെ, ആ ഒരു സംഘത്തെ വളരെ ശക്തമായി എല്ലാ തരത്തിലുള്ള പൈശാചികതയിൽ നിന്നും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് വളരെ ശക്തമായി മുന്നോട്ട് പോകാനും അതിലേക്ക് എല്ലാവരെയും എത്തിച്ചില്ലേ. ചിലപ്പോൾ ഈ എന്റെ സംസാരം തന്നെ നമ്മളെ ജില്ല മാത്രമല്ല, നാട് മാത്രമല്ല, നമ്മളെ സംസ്ഥാനത്തിന് അതീതമായി
രാജ്യത്തിന് അതീതമായി ഖത്തറെന്നും സൗദി എന്നും ഒക്കെ അവരൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കൂടിച്ചേരലിനെ കുറിച്ച് അറിയും, അവരൊക്കെ കേൾക്കും. അങ്ങനെ ഇത് വളർന്നു പന്തലിച്ച് എല്ലാവർക്കും നന്മയായി, എല്ലാവരെയും യഥാർത്ഥ സ്വർഗത്തിന്റെ വഴിയെ സഞ്ചരിക്കാനുള്ള ഒരു വഴിയായി, യഥാർത്ഥ മാർഗമായി പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബെ ഹിഫ്ളാക്കുന്നിടത്ത്, ഖുർആൻ പഠിക്കുന്നിടത്ത്, അതിനെ കൊണ്ടു നടക്കുന്നിടത്ത്, ജീവിത ചിട്ടയിൽ അതിനെ വരുത്തുന്നിടത്ത്, അതിന് അടയാളമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നിടത്ത് കുറെ പ്രതിസന്ധികളുണ്ട്. പലർക്കും പ്രായം പ്രയാസമായി മാറിയിട്ടുണ്ട്, പലർക്കും അസുഖം പ്രയാസമായി മാറിയിട്ടുണ്ട്. കുട്ടികളും കുടുംബവും തിരക്കിനിടയിൽ ഇതെല്ലാം കൊണ്ടു നടക്കുന്നത് വളരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. പടച്ചറബേ വരും ദിവസത്തിൽ ഹിഫ്ളാക്കാനുള്ള, ഇത്തരത്തിൽ അത് കൊണ്ടു നടക്കാനുള്ള കുറെ പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റി എളുപ്പത്തിൽ ഹിഫ്ളാക്കുവാനും മനസ്സിൽ സൂക്ഷിക്കുവാനും മനസ്സിന്റെ ഉള്ളിലെ എല്ലാ സയ്യിഅത്തിനെയും പുടുക്കുത്തിനെയും ഈ ഓരോ ആയത്തുകളുടെയും ഹസനത്തുകളായ നന്മയുടെ പ്രവർത്തനങ്ങളുടെയും അതെല്ലാം മായ്ച്ചു കളഞ്ഞ് നമ്മൾ എങ്ങനെയാണോ ഇവിടെ ജനിച്ചു വന്നത് ആ സമയത്തെ ഖൽബിനെ പോലെ ഖൽബുൻ സലീമായി നിന്റെ കോടതിയിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം നാഥാ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണം നാഥാ. ഞങ്ങളുടെ പഠിക്കുവാനും ഓതുവാനും മനപ്പാടമാക്കുവാനും അത് തജ്വീദോടുകൂടി അത് മനപ്പാടമാക്കി ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തൗഫീഖും ആഫിയത്തും ഈമാനും തഖ്വയും അതിനുള്ള എല്ലാം ശാരീരിക മാനസിക സന്നദ്ധതയും എല്ലാം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം നാഥാ. ഞങ്ങളെ മക്കളെ നീ അതിന്റെ വഴിയെ കൊണ്ട് ഒരു സ്വാലിഹായ മക്കളാക്കി നീ അനുഗ്രഹിക്കണം നാഥാ. അവരിലൂടെ ഞങ്ങളുടെ നാളെ ആദരിക്കപ്പെടുന്ന ഉമ്മമാരാക്കി, ഉമ്മമാരിലൂടെ ആദരിക്കപ്പെടുന്ന മക്കളാക്കി, വിശ്വാസി കുടുംബമാക്കി ഞങ്ങൾ നീ സ്വീകരിക്കണം നാഥാ. ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഇണകളുണ്ട്, കുട്ടികളുണ്ട്, അവരൊക്കെ നീ അതിന് അർഹമായ പ്രതിഫലം നൽകണം നാഥാ. പടച്ചറബേ നമ്മൾക്ക് വേണ്ടി ഏറെ പ്രയാസപ്പെട്ട ഉമ്മ മാതാപിതാക്കൾ അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം നാഥാ. അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണം നാഥാ. അവരുടെ ആരോഗ്യാവസ്ഥ നീ മെച്ചപ്പെടുത്തണം നാഥാ. ഞങ്ങളുടെ ഇണകൾ പലതും വിദേശങ്ങളിലാണ്, മാതാപിതാക്കൾ പലരും വിദേശങ്ങളിലാണ്. പടച്ചറ അവർക്ക് നല്ല ജോലി നീ പ്രദാനം ചെയ്യണം നാഥാ. അവരുടെ ജീവിത ഉപാധി നീ മെച്ചപ്പെടുത്തണം നാഥാ. ആരോഗ്യത്തോടു കൂടി നമ്മിലേക്ക് തിരിച്ചുവരണം തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യണം നാഥാ. പടച്ചറബേ കുടുംബത്തിൽ സംതൃപ്തിയും സമാധാനവും കൈക്കൊണ്ട് മറ്റു വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ ഈ ഖുർആന്റെയും സമാധാനത്തിന്റെയും സന്ദേശം എത്തിച്ച് അങ്ങനെ ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു മടങ്ങാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം നാഥാ. ഞങ്ങളുടെ തിന്മകൾ ഓരോന്നായി ഇങ്ങനെ കൂടിച്ചേരുമ്പോ, ഇങ്ങനെ ഖുർആൻ മുമ്പിൽ ഇരിക്കുമ്പോ, ഇതിന് നേതൃത്വം നൽകുമ്പോ, ആ നന്മയിൽ മുഴുകി വരുമ്പോ ഓരോ തിന്മകൾ മായ്ച്ച് നിന്നിലേക്ക് അടുക്കുന്ന കൽബുകളാക്കി, വിനയമുള്ള തഖ്വയുള്ള കൽബുകളാക്കി ഞങ്ങൾ അനുഗ്രഹിക്കണം നാഥാ. ഈ ഒരു സംഘത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന ആളുകളുണ്ട്, അവരുടെ പേരൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, നമ്മൾ പേര് പറയേണ്ടതുമില്ല. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അതോടൊപ്പം നമ്മളുടെ ഇന്നലത്തെ ഉസ്താദിന്റെ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. ചില ആരോഗ്യപരമായ അവസ്ഥയിൽ നിന്ന് ചില ശസ്ത്രക്രിയയെ കുറിച്ചൊക്കെ കേൾക്കുകയുണ്ടായി. പടച്ചറബ് അവർക്ക് നല്ല ഒരു ആരോഗ്യാവസ്ഥ, പടച്ചറബ് പരിപൂർണ്ണ ശിഫയും സമാധാനം, അവരുടെ ആരോഗ്യത്തിൽ ഒരു നന്മയും പടച്ചറബ് നൽകുമാറാവട്ടെ. അവരൊക്കെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി കുടുംബത്തിലേക്കും ആരൊക്കെ ഹിഫ്ളാക്കുന്നുണ്ട് അതൊക്കെ പൂർത്തീകരിക്കാൻ നിൽക്കുക, അതൊക്കെ കാണാനും കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആഫിയത്തും ആരോഗ്യവും പടച്ചറബ് അവർക്കെല്ലാം നീ നൽകണം നാഥാ. അത്തരം പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പ്രയാസം അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും പ്രതിസന്ധിയും റഹ്മാനായ റബ്ബെ മാറ്റി സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം നാഥാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.